ഞാൻ സമൃദ്ധിയുടെ വാക്ക് ഉച്ചരിക്കുന്നു. ഇല്ലായ്മയുടെയും പരിമിതിയുടെയും ഭയത്തിൻ്റെയും എല്ലാ ചിന്തകളെയും ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുന്നു. ദിവ്യമായ മനസ്സിൽ ഒന്നിനും കുറവില്ല. ഞാൻ ആ ദിവ്യമായ മനസ്സുമായി ഒന്നാണ്. അതിനാൽ എൻ്റെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ല. ഞാൻ അനന്തമായ സമ്പത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നു. ഞാൻ പരിധിയില്ലാത്ത ഐശ്വര്യത്തിൻ്റെ ബോധത്തിൽ ജീവിക്കുന്നു. സമൃദ്ധിയുടെ കവാടങ്ങൾ ഇപ്പോൾ തുറന്നിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ സമ്പത്ത് സ്വതന്ത്രമായും പൂർണ്ണമായും കാലതാമസമില്ലാതെയും എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നു. ഞാൻ പ്രയാസപ്പെടുന്നില്ല. ഞാൻ വിഷമിക്കുന്നില്ല. ഞാൻ ഒന്നിനെയും പിന്തുടരുന്നില്ല. ഞാൻ കാന്തം പോലെ ആകർഷിക്കുന്നു. ഞാൻ വലിച്ചടിപ്പിക്കുന്നു. ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ ഉത്കണ്ഠ വെടിയുന്നു. എനിക്കുള്ളത് ഞാൻ അവകാശപ്പെടുന്നു. ഞാൻ മനുഷ്യരെയോ സാഹചര്യങ്ങളെയോ ഈ ലോകത്തെയോ നോക്കുന്നില്ല. വലിയ തുകകൾ എളുപ്പത്തിലും വേഗത്തിലും ദൈവികമായ കൃപയാൽ പൂർണ്ണമായ രീതിയിൽ എന്നിലേക്ക് വരുന്നു. വീണ്ടും ഞാൻ പറയുന്നു, വലിയ തുകകൾ എളുപ്പത്തിലും വേഗത്തിലും ദൈവികമായ കൃപയാൽ പൂർണ്ണമായ രീതിയിൽ എന്നിലേക്ക് വരുന്നു. എല്ലാ ബില്ലുകളും അടച്ചു തീർന്നു. എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെട്ടു. എല്ലാ ആഗ്രഹങ്ങളും സഫലമായി. ഞാൻ യാചിക്കുന്നില്ല. ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ ഭയപ്പെടുന്നില്ല. എനിക്കറിയാം. ഞാൻ സംശയിക്കുന്നില്ല. ഞാൻ വാക്കുച്ചരിക്കുന്നു. ആ വാക്ക് വൃഥാവാകുകയില്ല. സമൃദ്ധിയുടെ നിയമം ഇപ്പോൾ എനിക്കായി പ്രവർത്തിക്കുന്നു. ഞാനിപ്പോൾ അദൃശ്യമായതിനു മുന്നിൽ നിർഭയനായി നിലകൊള്ളുന്നു. ഞാൻ വിശ്വാസത്തിൻ്റെ വാക്ക് സംസാരിക്കുന്നു. ആ വാക്ക് യാഥാർത്ഥ്യമാകുന്നു. സമ്പത്ത് ഇപ്പോൾ എൻ്റേതാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അവസരങ്ങൾ ഇപ്പോൾ എൻ്റേതാണ്. തികഞ്ഞ വഴികൾ ഇപ്പോൾ തുറക്കുന്നു. ഞാൻ ഭൗതികമായ കാഴ്ചകളിൽ നിന്നും ഭയത്തിൽ നിന്നും അക്കങ്ങളിൽ നിന്നും വാർത്തകളിൽ നിന്നും കോലാഹലങ്ങളിൽ നിന്നും മുഖം തിരിക്കുന്നു. ഞാൻ അനന്തമായതിലേക്ക് നോക്കുന്നു. ഞാൻ ഏക മനസ്സിലേക്കും ഏക ശക്തിയിലേക്കും ഏക ഉറവിടത്തിലേക്കും നോക്കുന്നു. ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകളെ വസ്തുതകൾക്ക് മുകളിലായി ഉയർത്തി സത്യത്തിൽ ഉറപ്പിക്കുന്നു. ആ സത്യം ഇതാണ്: ഞാൻ പരിപാലിക്കപ്പെടുന്നു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകപ്പെടുന്നു. ഞാൻ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ഒരിക്കലും മറക്കപ്പെട്ടിട്ടില്ല. എനിക്കാവശ്യമായതും ഞാൻ തേടുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ദിവ്യമായ മനസ്സിൽ ഇതിനകം പൂർത്തിയായിരിക്കുന്നു. ആത്മാവിൽ കാലതാമസമില്ല. ആത്മാവിൽ ഒന്നിനും കുറവില്ല. അവിടെ ഒഴുകുന്ന നിറഞ്ഞ അനന്തമായ ശാശ്വതമായ ലഭ്യത മാത്രമേയുള്ളൂ. വിശ്വാസത്തിലൂടെ ഞാൻ ആ ഉറവിടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ പ്രയത്നത്തിലൂടെ ലഭ്യത നേടുന്നില്ല. ഞാൻ ഭയത്തിലൂടെ ലഭ്യതയെ നിർബന്ധിക്കുന്നില്ല. ഞാൻ വിശ്വാസത്തിലൂടെ ലഭ്യത സ്വീകരിക്കുന്നു. ഞാൻ സത്യവുമായി ചേരുന്നു. ഞാൻ വാക്ക് സംസാരിക്കുന്നു. ആ വാക്ക് യാഥാർത്ഥ്യമാകുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ദൈവമാണ് എൻ്റെ ഉറവിടമെന്ന് ഞാൻ അറിയുന്നു. ഈ അറിവിൽ ഞാൻ വിശ്രമിക്കുന്നു. ഈ സത്യത്തിൽ ഞാൻ വിശ്രമിക്കുന്നു. ഇത് വിശ്വസിക്കാൻ എനിക്കിത് കാണേണ്ട ആവശ്യമില്ല. ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം ഞാൻ കാണുന്നു. ഞാൻ പിന്തുടരുന്നില്ല. ഞാൻ ആകർഷിക്കുന്നു. ഞാൻ സംശയിക്കുന്നില്ല. ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാൻ സമ്മർദ്ദത്തിലാകുന്നില്ല. ഞാൻ സംസാരിക്കുന്നു. ഞാൻ സംസാരിക്കുന്ന വാക്ക് ശക്തിയാണ്. ഞാൻ സംസാരിക്കുന്ന വാക്ക് നിയമമാണ്. ഞാൻ സംസാരിക്കുന്ന വാക്ക് അദൃശ്യമായതിനെ ചലിപ്പിക്കുകയും ദൃശ്യമായതിനെ കൊണ്ടുവരികയും ചെയ്യുന്നു. ആകർഷണ നിയമം: ഞാൻ തള്ളേണ്ടതില്ല. ഞാൻ യാചിക്കേണ്ടതില്ല. ഞാൻ കഠിനാധ്വാനം ചെയ്യേണ്ടതില്ല. ഞാൻ വിശ്വാസത്തിൽ നടക്കുന്നു. ഞാൻ ഒഴുക്കിൽ നടക്കുന്നു. ഞാൻ അനുഗ്രഹത്തിൽ നടക്കുന്നു. എനിക്കുള്ളത് എന്നിലേക്ക് ഒഴുകിയെത്തുന്നു. എനിക്കുള്ളത് തടയാനാവില്ല. എനിക്കുള്ളത് വൈകിപ്പിക്കാനാവില്ല. എല്ലാ വഴികളും ഇപ്പോൾ തുറന്നിരിക്കുന്നു. എല്ലാ കവാടങ്ങളും ഇപ്പോൾ തുറന്നിരിക്കുന്നു. എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ അലിഞ്ഞു പോയിരിക്കുന്നു. ഞാൻ അതിനെ വരാൻ അനുവദിക്കുന്നു. ഞാൻ അതിനെ ഒഴുകാൻ അനുവദിക്കുന്നു. ഞാൻ അതിനെ ഉയരാൻ അനുവദിക്കുന്നു. ഞാൻ ഈ സത്യത്തിലേക്ക് വീണ്ടും വീണ്ടും മടങ്ങി വരുന്നു. അതെന്നെ ഒരു പുതപ്പ് പോലെ പൊതിയട്ടെ. അതെന്നെ വെള്ളം പോലെ കഴുകട്ടെ. അതെന്നെ പ്രഭാത വെളിച്ചം പോലെ ശാന്തമാക്കട്ടെ. ഞാൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കാവശ്യമുള്ളത് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ ഒരിക്കലും തനിച്ചല്ല. ഞാൻ ഈ വാക്ക് നിയമമായി സംസാരിക്കുന്നു. എനിക്കാവശ്യമായതെല്ലാം ഇപ്പോൾ എന്നിലേക്ക് വരുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഇപ്പോൾ എന്നിലേക്ക് വരുന്നു. ഞാൻ ചോദിച്ചതെല്ലാം ആത്മാവിൽ ഇതിനകം എൻ്റേതാണ്. ഞാൻ സ്വീകരിക്കാനായി തുറക്കുന്നു. ഞാൻ സമാധാനത്തോടെ തുറക്കുന്നു. ഞാൻ സ്തുതിയോടെ തുറക്കുന്നു. ഞാൻ അദൃശ്യമായതിനെ സ്തുതിക്കുന്നു. ഞാൻ കാണാത്തതിനെ സ്തുതിക്കുന്നു. ഞാൻ പ്രക്രിയയെ സ്തുതിക്കുന്നു. കാരണം എനിക്കറിയാം, അത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു. എൻ്റെ വാക്കുകൾ ശൂന്യമല്ല. എൻ്റെ വാക്കുകൾ വിത്തുകളാണ്. ഞാൻ അവയെ സ്നേഹത്തിൽ സംസാരിക്കുന്നു. ഞാൻ അവയെ ശക്തിയിൽ സംസാരിക്കുന്നു. ഞാൻ അവയെ പൂർണ്ണ വിശ്വാസത്തോടെ സംസാരിക്കുന്നു. തയ്യാറാണെന്ന് എനിക്ക് തോന്നേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിനകം തയ്യാറാണ്. ഞാനത് യാഥാർത്ഥ്യമാക്കേണ്ട ആവശ്യമില്ല. അത് ഇതിനകം യാഥാർത്ഥ്യമാണ്.
ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എല്ലാ പരിധികളും നീക്കം ചെയ്യുന്നു. ഞാൻ സമ്പത്തിന് യോഗ്യനാണ്. ഞാൻ ലാളിത്യത്തിന് യോഗ്യനാണ്. ഞാൻ സമാധാനത്തിന് യോഗ്യനാണ്. കഷ്ടപ്പാടുകളെക്കുറിച്ചുള്ള എല്ലാ പഴയ വിശ്വാസങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. കാലതാമസത്തെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. എനിക്ക് ആവശ്യമുള്ള പണം ഇവിടെയുണ്ടെന്ന് ഞാനിപ്പോൾ പ്രഖ്യാപിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന പണം ഇവിടെയുണ്ട്. എനിക്കുള്ള പണം ഇവിടെയുണ്ട്. എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വഴികളിൽ അതിപ്പോൾ എന്നിലേക്ക് വരുന്നു. ഞാൻ ഇതുവരെ കാണാത്ത വഴികളിലൂടെ അതിപ്പോൾ എന്നിലേക്ക് വരുന്നു. അതിപ്പോൾ എന്നിലേക്ക് വരുന്നു. ഇതിനകം എൻ്റേതായതിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ മുൻകൂറായി നന്ദി പറയുന്നു. ഞാൻ വിശ്വാസത്താൽ നന്ദി പറയുന്നു. എൻ്റെ ഹൃദയം തുറന്നിരിക്കുന്നു. എൻ്റെ ജീവിതം തയ്യാറാണ്. എൻ്റെ ആത്മാവ് സ്ഥിരമാണ്. ഞാൻ പിടിച്ചെടുക്കേണ്ടതില്ല. ഞാൻ പരിശ്രമിക്കേണ്ടതില്ല. ഞാനൊന്നും യാഥാർത്ഥ്യമാക്കേണ്ടതില്ല. എനിക്കുള്ളത് എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു. എനിക്ക് അവകാശപ്പെട്ടത് എന്നെ കണ്ടെത്തുന്നു. എനിക്കായി തയ്യാറാക്കിയത് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. പ്രയത്നത്തിലൂടെയല്ല, ആത്മീയമായ ഒത്തുചേരലിലൂടെ. ഞാനൊരു കാന്തമാണ്. ഞാൻ പറയുന്ന വാക്കുകളാലും ഞാൻ മുറുകെ പിടിക്കുന്ന വിശ്വാസത്താലും എൻ്റെ കാന്തിക ശക്തി വർദ്ധിക്കുന്നു. ഞാൻ സത്യം സംസാരിക്കുന്നു. സത്യം പ്രതികരിക്കുന്നു. ഞാൻ നന്മ പ്രതീക്ഷിക്കുന്നു. നന്മ പ്രത്യക്ഷപ്പെടുന്നു. ഞാനെന്ന അറിവിൽ ഞാൻ നിലകൊള്ളുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന പണം, ഞാൻ കൊതിക്കുന്ന അവസരങ്ങൾ, ഞാൻ നിശബ്ദമായി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹങ്ങൾ, അവയെല്ലാം ഇതിനകം എന്നിലേക്കുള്ള വഴി കണ്ടെത്തുകയാണ്. ഞാൻ സമ്പത്തിനെ പിന്തുടരുന്നില്ല. ഞാൻ പണത്തിന് പിന്നാലെ ഓടുന്നില്ല. ഞാൻ ഇടപാടുകാർക്കോ കരാറുകൾക്കോ നാണയങ്ങൾക്കോ പിന്നാലെ ഓടുന്നില്ല. പകരം ഞാൻ പ്രകാശത്തിൽ നിലകൊള്ളുന്നു. ഞാൻ സ്നേഹത്തിൽ നിലകൊള്ളുന്നു. ഞാൻ നിയമത്തിൽ നിലകൊള്ളുന്നു. നിയമം ആ ഭാരം ചുമക്കട്ടെ. നിയമം അതെനിക്ക് കൊണ്ടുവരട്ടെ. പണം ആളുകളിൽ നിന്നല്ല വരുന്നതെന്ന് എനിക്കറിയാം. അത് ആളുകളിലൂടെയാണ് വരുന്നത്. സമ്പത്ത് ഒരു ജോലിയിൽ നിന്നല്ല വരുന്നതെന്ന് എനിക്കറിയാം. അത് ഒരു ജോലിയിലൂടെയാണ് വരുന്നത്. ഉറവിടം എപ്പോഴും ദൈവമാണ്. ഉറവിടം എപ്പോഴും ആത്മാവാണ്. എൻ്റെ ഉറവിടവുമായി ഞാൻ ഒത്തുചേരുമ്പോൾ ഇതിനകം എനിക്കുള്ളത് എനിക്ക് നിഷേധിക്കാനാവില്ല. എൻ്റെ കാന്തിക ശക്തി എൻ്റെ പ്രയത്നത്തിലല്ല, അത് എൻ്റെ ഊർജത്തിലാണ്. അത് എൻ്റെ വാക്കുകളിലാണ്. അത് എൻ്റെ ആന്തരികമായ അറിവിലാണ്. ദൈവികമായ സമ്പത്തിനെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഞാനെന്ന് ഞാനിപ്പോൾ ഉറപ്പിച്ചു പറയുന്നു. സമ്പത്ത് പല രൂപങ്ങളിൽ വരുന്നു. ഞാൻ അതെല്ലാം സ്വീകരിക്കുന്നു. ഞാൻ പണത്തിൻ്റെ രൂപത്തിലുള്ള സമ്പത്ത് സ്വീകരിക്കുന്നു. ഞാൻ ആശയങ്ങളുടെ രൂപത്തിലുള്ള സമ്പത്ത് സ്വീകരിക്കുന്നു. ഞാൻ ജ്ഞാനത്തിൻ്റെ രൂപത്തിലുള്ള സമ്പത്ത് സ്വീകരിക്കുന്നു. ഞാൻ അവസരങ്ങളുടെ രൂപത്തിലുള്ള സമ്പത്ത് സ്വീകരിക്കുന്നു. ഞാൻ ദൈവികമായ സമയക്രമത്തിലുള്ള സമ്പത്ത് സ്വീകരിക്കുന്നു. ഞാനിനി ഒഴുക്കിൽ നിന്ന് പിന്തിരിയുന്നില്ല. നന്മ എങ്ങനെ വരാമെന്ന് ഞാനിനി പരിമിതപ്പെടുത്തുന്നില്ല. വഴികൾ നിയന്ത്രിക്കാൻ ഞാനിനി ശ്രമിക്കുന്നില്ല. ഞാൻ ശാന്തനായി നിലകൊള്ളുകയും അനുവദിക്കുകയും ചെയ്യുന്നു. ഞാൻ സമൃദ്ധിയുടെ കവാടങ്ങൾ തുറക്കാൻ അനുവദിക്കുന്നു. ഞാൻ അപ്രതീക്ഷിതമായത് പ്രത്യക്ഷപ്പെടാൻ അനുവദിക്കുന്നു. അനുഗ്രഹങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്താൻ ഞാൻ അനുവദിക്കുന്നു. വലിയ തുകകൾ ഇപ്പോൾ എന്നിലേക്ക് വരുന്നു. ഞാൻ അവയെ സന്തോഷത്തോടെ, കൃപയോടെ, സമാധാനത്തോടെ സ്വീകരിക്കുന്നു. സ്വീകരിക്കുന്നതിൽ കുറ്റബോധമില്ല. സമൃദ്ധിയിൽ ഭയമില്ല. കവിഞ്ഞൊഴുകലിൽ ലജ്ജയില്ല. ഞാൻ സ്വീകരിക്കാനായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഞാൻ വികസിക്കാനായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. എൻ്റെ സമ്പത്തിനായി ഞാൻ ആരോടും മാപ്പ് പറയുന്നില്ല. ഞാനത് പ്രസരിപ്പിക്കുന്നു. എൻ്റെ ഏറ്റവും ഉയർന്ന നന്മയുമായി യോജിക്കുന്നതിനെ ഞാനിപ്പോൾ എന്നിലേക്ക് ആകർഷിക്കുന്നു. ദയയുള്ള ഇടപാടുകാരെ ഞാൻ ആകർഷിക്കുന്നു. ശുദ്ധമായ പണം ഞാൻ ആകർഷിക്കുന്നു. സമാധാനപരമായ പങ്കാളിത്തങ്ങളെ ഞാൻ ആകർഷിക്കുന്നു. സത്യസന്ധമായ വാഗ്ദാനങ്ങളെ ഞാൻ ആകർഷിക്കുന്നു. വർദ്ധിക്കുന്ന ആശയങ്ങളെ ഞാൻ ആകർഷിക്കുന്നു. എനിക്ക് കൂടുതൽ നല്ലതായി തോന്നുന്തോറും ഞാൻ കൂടുതൽ ആകർഷിക്കുന്നു. ഞാൻ കൂടുതൽ വിശ്വസിക്കുന്തോറും അത് വേഗത്തിൽ ഒഴുകുന്നു. ഞാൻ കൂടുതൽ അനുഗ്രഹിക്കുന്തോറും ഞാൻ കൂടുതൽ സ്വീകരിക്കുന്നു. സ്തുതിയോടെ എൻ്റെ കാന്തിക ശക്തി വർദ്ധിക്കുന്നു. നന്ദിയോടെ എൻ്റെ കാന്തിക ശക്തി വികസിക്കുന്നു. വിശ്വാസത്തോടെ എൻ്റെ കാന്തിക ശക്തി ആഴത്തിലാകുന്നു. സ്വീകരിക്കാൻ ഞാൻ പൂർണ്ണനാകേണ്ട ആവശ്യമില്ല. ആകർഷിക്കാൻ ഞാൻ പ്രകടനം നടത്തേണ്ടതില്ല. എനിക്ക് സത്യത്തിലേക്ക് മടങ്ങി വന്നാൽ മതി. എനിക്ക് വിശ്വാസത്തിൽ വിശ്രമിച്ചാൽ മതി. എനിക്ക് വാക്ക് സംസാരിച്ച് ഫലം പ്രതീക്ഷിച്ചാൽ മതി. ഞാനിപ്പോൾ സംസാരിക്കുന്ന വാക്കിതാണ്: ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ്. ഞാൻ അത്ഭുതങ്ങളെ ആകർഷിക്കുന്ന കാന്തമാണ്. ഞാൻ വർധനവിനെ ആകർഷിക്കുന്ന കാന്തമാണ്. ആകർഷണ നിയമം എനിക്ക് പുറത്തല്ല. അത് എൻ്റെ സ്വന്തം അസ്തിത്വത്തിൻ്റെ നിയമമാണ്. എൻ്റെ വാക്കുകൾ കൽപ്പനകളാണ്. എൻ്റെ ചിന്തകൾ പാത്രങ്ങളാണ്. എൻ്റെ വികാരങ്ങൾ സൂചനകളാണ്. ഞാനിപ്പോൾ സമ്പത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ഞാനിപ്പോൾ സമ്പത്തിൻ്റെ ചിന്തകൾ ചിന്തിക്കുന്നു. ഞാനിപ്പോൾ സമ്പത്തിൻ്റെ പ്രകമ്പനം അനുഭവിക്കുന്നു. ഞാൻ എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. ഞാൻ ഓർമ്മിക്കുന്നതിലേക്ക് മടങ്ങുന്നു. ഞാൻ ആരാണെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ഞാൻ ആരുടേതാണെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. താരാപഥങ്ങളെ രൂപപ്പെടുത്തുന്ന ശക്തി എന്നെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. സമ്പത്ത് എനിക്ക് പുറത്തല്ലെന്ന് ഞാൻ ഓർമ്മിക്കുന്നു.
അത് ഇതിനകം എൻ്റെ ഉള്ളിൽ പ്രകടനത്തിനായി കാത്തിരിക്കുന്നു. എനിക്കുള്ളതിനെ ഞാൻ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. ഞാൻ കൂടുതൽ ആകർഷിക്കുന്നു. എന്നിലേക്ക് വന്ന ഓരോ നാണയത്തെയും ഓരോ നോട്ടിനെയും ഞാൻ അനുഗ്രഹിക്കുന്നു. അത് കടന്നുപോയ കൈകളെ ഞാൻ അനുഗ്രഹിക്കുന്നു. അത് സൃഷ്ടിച്ച നന്മയെ ഞാൻ അനുഗ്രഹിക്കുന്നു. വരാനിരിക്കുന്ന മഹത്തായതിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്വീകരിക്കാനായി എൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഞാൻ തുറക്കുന്നു. എൻ്റെ കൈകൾ തുറന്നിരിക്കുന്നു. എൻ്റെ ഹൃദയം തുറന്നിരിക്കുന്നു. എൻ്റെ വീട് തുറന്നിരിക്കുന്നു. എൻ്റെ ജീവിതം തുറന്നിരിക്കുന്നു. ഞാനിനി സംശയം കൊണ്ട് പണത്തെ പുറത്തു നിർത്തുന്നില്ല. ഞാനിനി ഭയം കൊണ്ട് പണത്തെ വൈകിപ്പിക്കുന്നില്ല. ഞാനിനി കുറ്റബോധം കൊണ്ട് അതിനെ തള്ളിമാറ്റുന്നില്ല. ഞാൻ അതിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അതിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അതിനെ വിശ്വാസത്തോടെ സ്വാഗതം ചെയ്യുന്നു. അത് ഇപ്പോൾ എന്നെ കണ്ടെത്തുന്നു. അത് ഇപ്പോൾ എന്നിലേക്ക് എത്തുന്നു. അതിപ്പോൾ എന്നിലേക്ക് ഒഴുകുന്നു. എങ്ങനെയെന്ന് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അത് പൂർത്തിയായി എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയേ വേണ്ടൂ. ഞാനത് അനുവദിക്കുന്നു. ഞാനത് പ്രതീക്ഷിക്കുന്നു. ഞാനത് സ്വീകരിക്കുന്നു. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ഞാൻ എന്താണ് വഹിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ എന്താണ് അർഹിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ അർഹിക്കുന്നത് ഇതിനകം എന്നിലേക്കുള്ള വഴിയിലാണ്. ഞാൻ അതിനെ ആകർഷിക്കുന്നു. ഞാൻ അതിനെ വലിച്ചടുപ്പിക്കുന്നു. ഞാൻ അതിനെ സ്വീകരിക്കുന്നു. ഞാനൊരു കാന്തമായതുകൊണ്ട് വർധനവിൻ്റെ നിയമം എപ്പോഴും എനിക്കായി പ്രവർത്തിക്കുന്നു. അത് ഓഫാക്കാനാവില്ല. അത് തടസ്സപ്പെടുത്താനാവില്ല. അത് മാറ്റാനാവില്ല. വർധനവിൻ്റെ നിയമം ആത്മീയ നിയമമാണ്. ആത്മീയ നിയമം ഒരിക്കലും പരാജയപ്പെടുകയില്ല. അതിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് എനിക്ക് തെളിവ് കാണേണ്ട ആവശ്യമില്ല. ഞാൻ വിശ്വസിക്കുന്നു. തെളിവുകൾ പിന്തുടരുന്നു. ഞാൻ നിയമത്തെ വിശ്വസിക്കുന്നു. ഞാൻ നിയമവുമായി യോജിക്കുന്നു. ഞാൻ നിയമവുമായി യോജിച്ച് സംസാരിക്കുന്നു. ഞാൻ തൊടുന്നതെല്ലാം വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവിക ഊർജത്താൽ ഞാനിപ്പോൾ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ നൽകുന്നതെന്തും വർദ്ധിച്ചു തിരികെ വരുന്നു. ഞാൻ സംസാരിക്കുന്ന ഓരോ വാക്കും വലുതായി തിരികെ വരുന്നു. ഓരോ നല്ല ഉദ്ദേശ്യവും ഒരു വിളവെടുപ്പ് കൊണ്ടുവരുന്നു. ആത്മാവിൽ നഷ്ടമില്ല. വികാസവും ഗുണനവും വർധനവും മാത്രമേയുള്ളൂ. ഞാൻ ഭയത്തിൽ ചുരുങ്ങുന്നില്ല. ഞാൻ സംശയത്തിൽ സങ്കോചിക്കുന്നില്ല. ഞാൻ പരിഭ്രാന്തിയിൽ പിന്മാറുന്നില്ല. ഞാൻ സ്നേഹത്തോടെ വിട്ടുകൊടുക്കുന്നു. ഞാൻ സന്തോഷത്തോടെ നൽകുന്നു. ഞാൻ പ്രതീക്ഷയോടെ നടുന്നു. ഞാൻ എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ചെലവഴിക്കുന്ന പണം 10 ഇരട്ടിയായി തിരികെ വരുന്നു. ഞാൻ നൽകുന്ന നന്മ വലിയ രൂപത്തിൽ തിരികെ വരുന്നു. ഞാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ സമൃദ്ധിയായും സമാധാനമായും സമ്പത്തായും എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ ഒഴുകുന്നു. നൽകാൻ ഞാൻ ഭയപ്പെടുന്നില്ല. കാരണം എനിക്ക് ഉറവിടത്തെ അറിയാം. ഞാൻ നൽകുമ്പോൾ ഞാൻ നഷ്ടപ്പെടുന്നില്ല. ഞാൻ നൽകുമ്പോൾ ഞാൻ ഉയരുന്നു. ഞാൻ വിട്ടുകൊടുക്കുമ്പോൾ ഞാൻ കുറയുന്നില്ല. ഞാൻ വികസിക്കുന്നു. കാരണം വർധനവിൻ്റെ നിയമം ലംഘിക്കാനാവില്ല. ഞാൻ ആ നിയമത്തിന് കീഴിലാണ് ജീവിക്കുന്നത്. ഞാൻ ആ പ്രകമ്പനത്തിൽ ജീവിക്കുന്നു. ഞാൻ ആ താളത്തിൽ നീങ്ങുന്നു. എനിക്ക് തീർന്നു പോകുമെന്ന് പറഞ്ഞ എല്ലാ പഴയ വിശ്വാസങ്ങളെയും ഞാനിപ്പോൾ ഉപേക്ഷിക്കുന്നു. നൽകുന്നത് നഷ്ടമാണെന്ന് പഠിപ്പിച്ച എല്ലാ ഓർമ്മകളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. ഭയം, ഇല്ലായ്മ, പരിമിതി എന്നിവയുടെ പഴയ ചിന്തകളെ ഞാൻ മായ്ച്ചു കളയുന്നു. ആവശ്യത്തിനില്ലെന്ന തെറ്റായ വിശ്വാസത്തിൽ ഞാൻ ഇനി പ്രവർത്തിക്കുന്നില്ല. ആവശ്യത്തിലധികമുണ്ട്. എപ്പോഴും ആവശ്യത്തിനുണ്ട്. എന്നേക്കും ആവശ്യത്തിനുണ്ടാകും. ഞാനിപ്പോൾ വർധനവിൻ്റെ വാക്ക് സംസാരിക്കുന്നു. ഞാൻ വളർച്ചയുടെ നിയമം പ്രഖ്യാപിക്കുന്നു. ഞാൻ വികാസത്തിൻ്റെ ശക്തി ഉറപ്പിച്ചു പറയുന്നു. ഞാൻ തുറന്നവനാണ്. ഞാൻ തയ്യാറാണ്. ഞാൻ സ്വീകരിക്കാൻ ലഭ്യമാണ്. ഞാൻ നൽകാൻ ലഭ്യമാണ്. ഞാൻ വർദ്ധിപ്പിക്കാൻ ലഭ്യമാണ്. എനിക്കുള്ളതിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ചുറ്റും നോക്കി അതിനെ അനുഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ വീടിനെ അനുഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ വരുമാനത്തെ അനുഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ അക്കൗണ്ടുകളെ അനുഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ആശയങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിനെ അനുഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ശരീരത്തെ അനുഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. ഞാൻ അനുഗ്രഹിക്കുന്നത് വർദ്ധിക്കുന്നു. ഞാൻ വിലമതിക്കുന്നത് വർദ്ധിക്കുന്നു. ഞാൻ നന്ദി പറയുന്നത് വികസിക്കുന്നു. എൻ്റെ ദിവസത്തിലൂടെ ഞാൻ എല്ലാ നല്ല കാര്യങ്ങളെയും അനുഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നു. എനിക്ക് തരുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞാൻ നൽകുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞാൻ ചെലവഴിക്കുന്ന കടയെ ഞാൻ അനുഗ്രഹിക്കുന്നു. എനിക്ക് പണം തരുന്ന ഇടപാടുകാരെ ഞാൻ അനുഗ്രഹിക്കുന്നു. എൻ്റെ വഴിയിൽ വരുന്ന അപരിചിതരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞാൻ വർധനവിൻ്റെ ഒരു നിരന്തരമായ അവസ്ഥയിൽ നടക്കുന്നു. എൻ്റെ ചുറ്റുമുള്ളതെല്ലാം ആ പ്രകമ്പനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഞാൻ താരതമ്യം ചെയ്യുന്നില്ല. ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ വിഷമിക്കുന്നില്ല. വർധനവിൻ്റെ നിയമം വ്യക്തിപരമാണ്. അത് എനിക്കായി രൂപകൽപ്പന ചെയ്തതാണ്. ഞാനിരിക്കുന്നിടത്ത് അതെന്നെ കണ്ടുമുട്ടുകയും ഞാൻ പോകേണ്ടിടത്തേക്ക് എന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. സമ്മർദ്ദമില്ല. തിടുക്കമില്ല. ഓട്ടമില്ല. വർധനവ് തികഞ്ഞ സമയക്രമത്തിലും തികഞ്ഞ താളത്തിലും തികഞ്ഞ കൃപയിലും സംഭവിക്കുന്നു. ഓരോ ദിവസവും ഞാൻ വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അറിവിൽ ഞാൻ വിശ്രമിക്കുന്നു. ഓരോ നിമിഷവും ഞാൻ വളരുന്നു.
ഞാൻ നിശ്ചലനായിരിക്കുമ്പോൾ പോലും ഞാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിശബ്ദനായിരിക്കുമ്പോൾ പോലും ഞാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മാറ്റം കാണാത്തപ്പോഴും മാറ്റം ഉപരിതലത്തിനടിയിൽ സംഭവിക്കുന്നു. ഓരോ വാക്കുകൊണ്ടും ഞാൻ വിത്തുകൾ നടുന്നു. ഓരോ സ്നേഹപ്രവൃത്തി കൊണ്ടും ഞാൻ വിത്തുകൾ നടുന്നു. ഓരോ സമ്മാനം, ഓരോ പ്രാർത്ഥന, ഓരോ അനുഗ്രഹം എന്നിവ കൊണ്ടും ഞാൻ വിത്തുകൾ നടുന്നു. വിളവെടുപ്പിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും വിഷമിക്കുന്നില്ല. വിളവെടുപ്പ് ഉറപ്പാണ്. വിളവെടുപ്പ് ഇതിനകം രൂപപ്പെടുന്നു. വിളവെടുപ്പ് എപ്പോഴും വിത്തിനേക്കാൾ വലുതാണ്. അതിനാൽ ഞാൻ തുറന്ന കൈകളോടെ നൽകുന്നു. ഞാൻ സന്തോഷത്തോടെ വിട്ടുകൊടുക്കുന്നു. ഞാൻ സമാധാനത്തോടെ ഉപേക്ഷിക്കുന്നു. എൻ്റെ സമ്മാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും അത് വർദ്ധിച്ച രൂപത്തിൽ തിരികെ നൽകാനും ഞാൻ നിയമത്തെ അനുവദിക്കുന്നു. ഞാൻ ഇനി എങ്ങനെയെന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. ഞാൻ ആരാണെന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആര് എന്നത് ആത്മാവാണ്. ആര് എന്നത് ഉറവിടമാണ്. ആര് എന്നത് എപ്പോഴും വിശ്വസ്തമാണ്. ഞാൻ വർധനവിൻ്റെ വാക്ക് സംസാരിക്കുന്നു. പ്രപഞ്ചം ശ്രദ്ധിക്കുന്നു. ഞാൻ വർധനവിൻ്റെ വാക്ക് സംസാരിക്കുന്നു. ലോകം പ്രതികരിക്കുന്നു. ഞാൻ വർധനവിൻ്റെ വാക്ക് സംസാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും എനിക്ക് അനുകൂലമായി നീങ്ങാൻ തുടങ്ങുന്നു. ഞാൻ നൽകുന്നതിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. തിരികെ വരുന്നതിനെയും ഞാൻ അനുഗ്രഹിക്കുന്നു. ഞാൻ ആ ചക്രത്തെ അനുഗ്രഹിക്കുന്നു. ഞാൻ ആ പ്രക്രിയയെ അനുഗ്രഹിക്കുന്നു. ഞാൻ ആ നിയമത്തെ അനുഗ്രഹിക്കുന്നു. വളരെയധികം നൽകുന്നതിനെക്കുറിച്ച് ഞാൻ ഇനി ഭയപ്പെടുന്നില്ല. നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഞാൻ ഇനി ഭയപ്പെടുന്നില്ല. ഞാൻ വിശ്വാസത്തിൽ നൽകുന്നു. ഞാൻ സന്തോഷത്തിൽ സ്വീകരിക്കുന്നു. ഞാൻ നന്ദിയിൽ ഉയരുന്നു. ഞാൻ വർധനവിൻ്റെ നിയമത്തിൻ്റെ ഒഴുക്കിൽ ജീവിക്കുന്നു. ഞാൻ ആ നിയമത്തിൽ ജീവിക്കുന്നതിനാൽ എനിക്കുള്ളത് നഷ്ടപ്പെടാനാവില്ല. എനിക്കുള്ളത് എടുത്തുമാറ്റാനാവില്ല. എനിക്കുള്ളത് നിഷേധിക്കാനാവില്ല. ഞാൻ അതിനായി യാചിക്കുന്നില്ല. ഞാൻ അതിന് പിന്നാലെ ഓടുന്നില്ല. ഞാൻ അതിനെ നിർബന്ധിച്ച് ഓടിക്കുന്നില്ല. ഭയത്തോടെ അത് പിടിച്ചു വയ്ക്കുകയോ ഉത്കണ്ഠയോടെ മുറുകെ പിടിക്കുകയോ ചെയ്യേണ്ടതില്ല. ഞാൻ ഉയർന്ന നിയമത്തെ വിശ്വസിക്കുന്നു. ഞാൻ ദൈവികമായ സമയക്രമത്തെ വിശ്വസിക്കുന്നു. ഞാൻ ദൈവികമായ ക്രമത്തെ വിശ്വസിക്കുന്നു. ദൈവികമായ അവകാശത്താൽ എനിക്കുള്ളത് ഇപ്പോൾ എന്നിലേക്ക് നീങ്ങുന്നു. എൻ്റെ പേരുള്ളത് ഇതിനകം എന്നെ കണ്ടെത്തുന്നു. ഞാൻ ഇതുവരെ കാണാത്ത ഒരിടത്തുനിന്ന് അത് വന്നേക്കാം. ഞാൻ ഇതുവരെ കൈകൊടുക്കാത്ത ഒരു കൈയിൽ നിന്ന് അത് ഒഴുകിയേക്കാം. ഞാൻ ഒരിക്കലും സങ്കല്പിക്കാത്ത മാർഗങ്ങളിലൂടെ അത് എത്തിയേക്കാം. പക്ഷേ എങ്ങനെയെന്ന് എനിക്കറിയേണ്ടതില്ല. എനിക്കുള്ളത് ഇതിനകം എന്നിലേക്ക് നീങ്ങുന്നു എന്ന അറിവിൽ ഞാൻ വിശ്രമിച്ചാൽ മതി. ഞാൻ വിശ്രമിക്കുന്നു. ഞാൻ വിട്ടുകൊടുക്കുന്നു. ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ ഭയത്തിൽ നിൽക്കുന്നില്ല. സംശയം കൊണ്ട് ഞാൻ ഒഴുക്കിനെ തടയുന്നില്ല. ആശങ്ക കൊണ്ട് ഞാൻ വാതിൽ അടച്ചിടുന്നില്ല. ഞാൻ തുറക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അനുവദിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം, എനിക്ക് ആവശ്യമുള്ളതെല്ലാം, ഞാൻ ചോദിച്ചതെല്ലാം വഴിയിലാണ്. കാലതാമസം ഒരിക്കലും നിഷേധമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാത്തിരിപ്പ് ഒരിക്കലും പാഴല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമയം എപ്പോഴും ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രക്രിയയെ വിശ്വസിക്കുന്നു. ഞാൻ പദ്ധതിയെ വിശ്വസിക്കുന്നു. എല്ലാറ്റിനെയും ഭരിക്കുന്ന ശക്തിയെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ക്ലോക്കിലേക്ക് നോക്കുന്നില്ല. ഞാൻ കലണ്ടറിലേക്ക് നോക്കുന്നില്ല. ഞാൻ സത്യത്തിലേക്ക് നോക്കുന്നു. ആ സത്യം ഇതാണ്: എനിക്കുള്ളത് എന്നെ വിട്ടുപോകില്ല. ഒരു വ്യക്തിക്കും അത് തടയാനാവില്ല. ഒരു സംഭവത്തിനും അത് തടയാനാവില്ല. ഒരു ശക്തിക്കും അത് തടയാനാവില്ല. ഞാൻ ദൈവിക നിയമവുമായി യോജിപ്പിലാണ്. ഞാൻ തികഞ്ഞ ക്രമവുമായി യോജിപ്പിലാണ്. ഞാൻ അനന്തമായതുമായി യോജിപ്പിലാണ്. അനന്തമായത് ഒരിക്കലും മറക്കുകയില്ല. അനന്തമായത് ഒരിക്കലും പരാജയപ്പെടുകയില്ല. അനന്തമായത് ഒരിക്കലും തീർന്നു പോകുകയില്ല. ഞാൻ എല്ലാ കെട്ടുപാടുകളും ഉപേക്ഷിക്കുന്നു. നഷ്ടപ്പെടുമോ എന്ന എല്ലാ ഭയവും ഞാൻ ഉപേക്ഷിക്കുന്നു. മുറുകെ പിടിക്കാനുള്ള എല്ലാ ആവശ്യകതയും ഞാൻ ഉപേക്ഷിക്കുന്നു. എൻ്റേതാണെങ്കിൽ അത് നിലനിൽക്കും. എൻ്റേതാണെങ്കിൽ അത് തിരികെ വരും. എൻ്റേതാണെങ്കിൽ അത് വളരും. പോകുന്നതിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. തിരികെ വരുന്നതിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. വരുന്നതിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. പോകുന്നതിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു: ഞാൻ നഷ്ടപ്പെടുന്നില്ല. ഞാൻ യോജിക്കുകയേ ചെയ്യുന്നുള്ളൂ. ഞാൻ കൂടുതൽ വിശ്വസിക്കുന്തോറും അത് വേഗത്തിൽ ഒഴുകുന്നു. ഞാൻ കൂടുതൽ വിശ്രമിക്കുന്തോറും ഞാൻ കൂടുതൽ സ്വീകരിക്കുന്നു. ഞാൻ കൂടുതൽ അനുഗ്രഹിക്കുന്തോറും ഞാൻ കൂടുതൽ വികസിക്കുന്നു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിനകം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞ് ഞാനിപ്പോൾ ജീവിതത്തിലൂടെ എളുപ്പത്തിൽ നീങ്ങുന്നു. ഞാൻ പ്രക്രിയയെ ധൃതി പിടിപ്പിക്കുന്നില്ല. ഞാൻ വികസിക്കുന്നതിനെ പ്രതിരോധിക്കുന്നില്ല. ഞാൻ അജ്ഞാതമായതിനെ ഭയപ്പെടുന്നില്ല. ഞാൻ സമാധാനത്തിൽ നിലനിൽക്കുന്നു. ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു. ഞാൻ കൃപയിൽ നിലനിൽക്കുന്നു. എല്ലാം എൻ്റെ ഏറ്റവും ഉയർന്ന നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. ഞാൻ അത് കാണാത്തപ്പോഴും അത് പ്രവർത്തിക്കുന്നു. എനിക്ക് അത് അനുഭവപ്പെടാത്തപ്പോഴും അത് പ്രവർത്തിക്കുന്നു. എനിക്കത് മനസ്സിലാകാത്തപ്പോഴും അത് പ്രവർത്തിക്കുന്നു. എനിക്കായി ഉദ്ദേശിച്ചതെല്ലാം തികഞ്ഞ ക്രമത്തിൽ എത്തുന്നു എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്കായി തയ്യാറാക്കിയത് ദൈവികമായ സമയക്രമത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്കാവശ്യമുള്ള ഓരോ വാതിലും ഇപ്പോൾ തുറക്കുന്നു എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്കുള്ളത് എനിക്ക് നഷ്ടമാവില്ലെന്നും എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് നഷ്ടപ്പെടില്ലെന്നും
എൻ്റെ പേരിൽ എഴുതപ്പെട്ടതിനെ മറികടന്നു പോകാനാവില്ലെന്നും അറിഞ്ഞുകൊണ്ട് ഞാൻ ജീവിതത്തിലൂടെ നടക്കുന്നു. പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല, പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിരിമുറുക്കം ഉപേക്ഷിക്കുന്നു, ഞാൻ തിടുക്കം ഉപേക്ഷിക്കുന്നു, നിയന്ത്രിക്കാനുള്ള ആവശ്യം ഞാൻ ഉപേക്ഷിക്കുന്നു. ഞാൻ വിശ്വാസത്തിൽ ചായുന്നു, ഞാൻ സമാധാനത്തിൽ ചായുന്നു, ഞാൻ ദൈവികമായ ജ്ഞാനത്തിൽ ചായുന്നു. അതിന് വഴി അറിയാം, അത് വഴി നയിക്കുന്നു, അത് വഴി തെളിക്കുന്നു. ഞാൻ ശരിയായ പ്രവൃത്തിയുടെയും ശരിയായ സ്ഥലത്തിൻ്റെയും ശരിയായ സമയത്തിൻ്റെയും പാതയിലേക്ക് ചുവടുവയ്ക്കുന്നു. ഞാൻ ശരിയായ ആളുകളെ കണ്ടുമുട്ടുന്നു, ഞാൻ ശരിയായ വാക്കുകൾ കേൾക്കുന്നു, ഞാൻ ശരിയായ അതേ പറയുന്നു. എനിക്ക് ശരിയായ ഇല്ല അറിയാം. ഞാൻ ആശയക്കുഴപ്പമില്ലാതെ നയിക്കപ്പെടുന്നു, ഞാൻ പ്രയത്നമില്ലാതെ സംരക്ഷിക്കപ്പെടുന്നു, ഞാൻ ഭയമില്ലാതെ പരിപാലിക്കപ്പെടുന്നു. കൃപയാൽ അവകാശപ്പെട്ടവനായി ഞാൻ ഇപ്പോൾ നടക്കുന്നു, ആത്മാവിനാൽ പൊതിയപ്പെട്ടവനായി ഞാൻ നടക്കുന്നു. ഒന്നും തെളിയിക്കാനോ ഭയപ്പെടാനോ ഇല്ലാത്തവനായി ഞാൻ നടക്കുന്നു. ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നില്ല. എൻ്റേതാണെന്ന് എനിക്കറിയാവുന്നത് ഞാൻ പ്രതിരോധിക്കുന്നില്ല. ഞാൻ എൻ്റെ സമാധാനം മുറുകെ പിടിക്കുന്നു, ഞാൻ എൻ്റെ നിലപാട് മുറുകെ പിടിക്കുന്നു, ഞാൻ എൻ്റെ ശക്തി മുറുകെ പിടിക്കുന്നു. ഞാൻ വീണ്ടും പ്രഖ്യാപിക്കുന്നു, എനിക്കുള്ളത് നിഷേധിക്കാനാവില്ല. അത് ഒരു കാന്തം പോലെ എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അത് എളുപ്പത്തിൽ എന്നിലേക്ക് എത്തുന്നു. അത് വിശ്രമത്തിൽ എന്നെ കണ്ടെത്തുന്നു. അത് സമാധാനത്തിൽ എന്നിലേക്ക് വരുന്നു. ഞാൻ വിഷമം ഉപേക്ഷിക്കുന്നു, ഞാൻ നിയന്ത്രണം ഉപേക്ഷിക്കുന്നു, ഞാൻ സംശയം ഉപേക്ഷിക്കുന്നു, ഞാൻ നിയമത്താൽ ജീവിക്കുന്നു, ഞാൻ വിശ്വാസത്തോടെ സംസാരിക്കുന്നു, ഞാൻ കൃപയിൽ വിശ്രമിക്കുന്നു. പണവുമായുള്ള ബന്ധം ഞാൻ സ്വീകരിക്കാൻ തുറക്കുന്നു, ഞാൻ സ്വീകരിക്കാൻ തുറക്കുന്നു. കാരണം എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവിക നിയമത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തിൽ പണം എൻ്റെ യജമാനനല്ല, എൻ്റെ ദാസനാണെന്ന് ഞാനിപ്പോൾ പ്രഖ്യാപിക്കുന്നു. പണം എന്നെ സേവിക്കുന്നു. പണം ദൈവികമായ ഉദ്ദേശ്യത്തോടെ എന്നിലേക്കും എന്നിലൂടെയും ഒഴുകുന്നു. പണം എൻ്റെ ഭരണാധികാരിയല്ല. അത് എൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നില്ല. അത് എൻ്റെ വില നിർവചിക്കുന്നില്ല. അത് എൻ്റെ സമാധാനം നിയന്ത്രിക്കുന്നില്ല. ഞാൻ അതിന് താഴെയല്ല, ഞാൻ അതിന് മുകളിലാണ്. ഞാൻ പണത്തിന് മുന്നിൽ കുനിയുന്നില്ല. ഞാൻ അതിനെ അനുഗ്രഹിക്കുന്നു. ഞാൻ അത് വിവേകപൂർവ്വം ഉപയോഗിക്കുന്നു. ഞാൻ അതിനെ ആത്മീയ നിയമത്താൽ കൽപ്പിക്കുന്നു. ഞാൻ ഇനി അതിനെ ഭയപ്പെടുന്നില്ല. ഞാൻ ഇനി അതിനാൽ ഭരിക്കപ്പെടുന്നില്ല. പണം എന്താണെന്ന് ഞാനിപ്പോൾ കാണുന്നു. ഒരു ഉപകരണം, ഒരു ദാസൻ, ഒരു ചാനൽ. ഞാൻ നിർദ്ദേശിക്കുന്നിടത്ത് അത് പോകുന്നു. ഞാൻ നടുന്നിടത്ത് അത് വളരുന്നു. ഞാൻ അനുഗ്രഹിക്കുന്നിടത്ത് അത് ഒഴുകുന്നു. ഞാൻ പണത്തെക്കുറിച്ച് ഭയത്തോടെ സംസാരിക്കുന്നില്ല. ഞാൻ പണത്തെക്കുറിച്ച് കുറ്റബോധത്തോടെ ചിന്തിക്കുന്നില്ല. ഞാൻ പണത്തിന് ചുറ്റും ആശയക്കുഴപ്പത്തോടെ പ്രവർത്തിക്കുന്നില്ല. ഞാൻ ശാന്തനാണ്. ഞാൻ വ്യക്തതയുള്ളവനാണ്. ഞാൻ ഉറച്ചവനാണ്. എനിക്കുള്ള പണത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അത് വർദ്ധിക്കുന്നു. ഞാനത് ഉദ്ദേശ്യത്തോടെ ഉപയോഗിക്കുന്നു. അത് വർധനവോടെ തിരികെ വരുന്നു. ഞാനത് സന്തോഷത്തോടെ വിട്ടുകൊടുക്കുന്നു. അത് കൃപയോടെ തിരികെ വരുന്നു. പണം എൻ്റെ ശത്രുവല്ല. അത് പിന്തുടരേണ്ട ഒന്നല്ല. അത് ഭയപ്പെടേണ്ട ഒന്നല്ല. അത് ആരാധിക്കേണ്ട ഒന്നല്ല. അത് ഞാൻ സ്വാഗതം ചെയ്യുന്ന, ഞാൻ സഹകരിക്കുന്ന, ഞാൻ ലഘുവായും വിവേകത്തോടെയും കൈവശം വയ്ക്കുന്ന ഒന്നാണ്. ഞാൻ പണത്തെക്കുറിച്ച് പരിഭ്രാന്തനാകുന്നില്ല. ഞാൻ പണത്തെക്കുറിച്ച് ആകുലനാകുന്നില്ല. ഞാൻ പണം പൂഴ്ത്തിവെക്കുന്നില്ല. ഞാൻ അതിനൊപ്പം ഒഴുകുന്നു. ഞാൻ അതിനോട് സഹകരിക്കുന്നു. ഞാൻ അതിനെ ആത്മാവിൻ്റെ ഒരു ഉപകരണമായി മാനിക്കുന്നു. സാമ്പത്തിക ഭയത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് ഞാൻ സ്വതന്ത്രനാണെന്ന് ഞാനിപ്പോൾ പ്രഖ്യാപിക്കുന്നു. ഞാൻ ഇല്ലായ്മ ചിന്തയിൽ നിന്ന് സ്വതന്ത്രനാണ്. അതിജീവന ഊർജത്തിൽ നിന്ന് ഞാൻ സ്വതന്ത്രനാണ്. പണത്തിനായി ഞാൻ കഷ്ടപ്പെടണമെന്ന് പറഞ്ഞ ചിന്തകളിൽ നിന്ന് ഞാൻ സ്വതന്ത്രനാണ്. ത്യാഗത്തിലൂടെ ഞാൻ സ്നേഹം സമ്പാദിക്കണമെന്ന ആശയം ഞാൻ ഉപേക്ഷിക്കുന്നു. കഷ്ടപ്പാട് പുണ്യമാണെന്ന വിശ്വാസം ഞാൻ ഉപേക്ഷിക്കുന്നു. ദാരിദ്ര്യം ഭക്തിയാണെന്ന കഥ ഞാൻ ഉപേക്ഷിക്കുന്നു. സമൃദ്ധി എന്നത് യോജിപ്പാണെന്ന സത്യം ഞാൻ സ്വീകരിക്കുന്നു. സമ്പത്ത് ദൈവിക നിയമത്തിൻ്റെ പ്രതിഫലനമാണെന്ന സത്യം ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ സാമ്പത്തികം എൻ്റെ വ്യക്തിത്വമല്ലെന്ന സത്യം ഞാൻ സ്വീകരിക്കുന്നു. അവ എൻ്റെ പ്രകടനമാണ്. ഞാൻ സത്യം പ്രകടിപ്പിക്കുന്നു. ഞാൻ ഉദ്ദേശ്യം പ്രകടിപ്പിക്കുന്നു. ഞാൻ സമാധാനം പ്രകടിപ്പിക്കുന്നു. അതിനാൽ എൻ്റെ പണവും സമാധാനം പ്രകടിപ്പിക്കുന്നു. ഞാൻ ഇനി പണം എന്നെ നയിക്കാൻ അനുവദിക്കുന്നില്ല. ഞാൻ പണത്തെ നയിക്കുന്നു. ഞാൻ അതിനെ ദർശനത്തോടെ നയിക്കുന്നു. ഞാൻ അതിനെ വ്യക്തതയോടെ നയിക്കുന്നു. ഞാൻ അതിനെ ദൈവികമായ ഉദ്ദേശ്യത്തോടെ നയിക്കുന്നു. ഞാൻ അതിനെ കൃപയോടെ നയിക്കുന്നു. ഞാൻ അതിനെ നന്മയിലേക്ക് നയിക്കുന്നു. ഞാൻ അതിനെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. ഞാൻ അതിനെ വർധനവിലേക്ക് നയിക്കുന്നു. ഞാൻ അതിനെ സൗന്ദര്യത്തിലേക്ക്, ഔദാര്യത്തിലേക്ക്, വികാസത്തിലേക്ക് നയിക്കുന്നു. തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ ഭയപ്പെടുന്നില്ല. ഇല്ല എന്ന് പറയാൻ ഞാൻ ഭയപ്പെടുന്നില്ല. നിക്ഷേപിക്കാൻ ഞാൻ ഭയപ്പെടുന്നില്ല. നൽകാൻ ഞാൻ ഭയപ്പെടുന്നില്ല. ഞാൻ നിരാശയിൽ നിന്ന് പ്രവർത്തിക്കുന്നില്ല. ഞാൻ സമാധാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ഞാൻ ജ്ഞാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ഞാൻ ദൈവികമായ നിർദ്ദേശത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു. തീർന്നു പോകുമോ എന്ന ഭയത്താൽ ഞാൻ ഇനി നിയന്ത്രിക്കപ്പെടുന്നില്ല.
ആവശ്യത്തിനില്ലെന്ന പരിഭ്രാന്തി എന്നെ പിടികൂടുന്നില്ല. ആവശ്യത്തിലധികം എന്ന ബോധത്തിൽ ഞാനിപ്പോൾ ഇരിക്കുന്നു. ആവശ്യത്തിലധികം ഇപ്പോൾ എന്നിലേക്ക് ഒഴുകുന്നു. ആവശ്യത്തിലധികം ഇപ്പോൾ എൻ്റെ ജീവിതം നിറയ്ക്കുന്നു. ആവശ്യത്തിലധികം ഓരോ ആവശ്യവും നിറവേറ്റുന്നു. ഓരോ അഭ്യർത്ഥനയ്ക്കും ഉത്തരം നൽകുന്നു. ഓരോ ഉദ്ദേശവും നിറവേറ്റുന്നു. ചെലവുകൾ കൂടുമ്പോൾ ഞാൻ ചുരുങ്ങുന്നില്ല. വെല്ലുവിളികൾ വരുമ്പോൾ ഞാൻ കുലുങ്ങുന്നില്ല. ബാങ്ക് ബാലൻസ് കുറയുമ്പോൾ ഞാൻ വിറയ്ക്കുന്നില്ല. ഞാൻ സ്ഥിരമായി നിൽക്കുന്നു. ഞാൻ വേരുറച്ചു നിൽക്കുന്നു. ഞാൻ ശക്തനായി നിൽക്കുന്നു. കാരണം പണം എൻ്റെ യജമാനനല്ല, ദൈവമാണ് എൻ്റെ ഉറവിടം. ഉറവിടം എന്നെ ഒരിക്കലും പരാജയപ്പെടുത്തിയിട്ടില്ല. ഉറവിടം എന്നെ ഒരിക്കലും മറന്നിട്ടില്ല. ഉറവിടത്തിന് ഒരിക്കലും കുറവുണ്ടായിട്ടില്ല. അതിനാൽ എനിക്കൊന്നിനും കുറവില്ല. എനിക്ക് ജ്ഞാനത്തിന് കുറവില്ല. എനിക്ക് പരിഹാരത്തിന് കുറവില്ല. എനിക്ക് പിന്തുണയ്ക്ക് കുറവില്ല. എനിക്ക് ലഭ്യതയ്ക്ക് കുറവില്ല. ഞാൻ എൻ്റെ പണത്തെ വിശ്വാസത്തോടെ കൽപ്പിക്കുന്നു. ഞാൻ എൻ്റെ പണത്തെ ദർശനത്തോടെ കൽപ്പിക്കുന്നു. ഞാൻ എൻ്റെ പണത്തെ ദൈവികമായ ആത്മവിശ്വാസത്തോടെ കൽപ്പിക്കുന്നു. എനിക്കുള്ളതിന് മുകളിൽ ഞാൻ വർധനവ് സംസാരിക്കുന്നു. ഞാൻ ചെലവഴിക്കുന്നതിന് മുകളിൽ ഞാൻ ക്രമം സംസാരിക്കുന്നു. ഞാൻ കൈകാര്യം ചെയ്യുന്നതിന് മുകളിൽ ഞാൻ സമാധാനം സംസാരിക്കുന്നു. ഞാൻ എൻ്റെ പണത്തെ ഒഴിവാക്കുന്നില്ല. ഞാൻ അതിനെ സ്വീകരിക്കുന്നു. ഞാൻ എൻ്റെ പണത്തെ അവഗണിക്കുന്നില്ല. ഞാൻ അതിനെ സംഘടിപ്പിക്കുന്നു. ഞാൻ എൻ്റെ പണത്തെ ഭയപ്പെടുന്നില്ല. ഞാനത് മനസ്സിലാക്കുന്നു. ഞാനത് സന്തോഷത്തോടെ പരിപാലിക്കുന്നു. ഞാൻ ജ്ഞാനത്തോടെ ആസൂത്രണം ചെയ്യുന്നു. ഞാൻ എളുപ്പത്തിൽ നൽകുന്നു. ഞാൻ കൃപയോടെ സ്വീകരിക്കുന്നു. പണം എന്നെ സേവിക്കാൻ വരുന്നു. അതെന്നെ നന്നായി സേവിക്കുന്നു. അത് എൻ്റെ ഉദ്ദേശ്യത്തെ സേവിക്കുന്നു. അത് എൻ്റെ വിളിയെ സേവിക്കുന്നു. അത് എൻ്റെ വികാസത്തെ സേവിക്കുന്നു. അത് എൻ്റെ വിശ്രമത്തെ സേവിക്കുന്നു. ഞാനതിനെ ഒരു അനുഗ്രഹമാകാൻ അനുവദിക്കുന്നു. ഞാനതിനെ പ്രകാശമാകാൻ അനുവദിക്കുന്നു. ഞാനതിനെ സന്തോഷകരമാകാൻ അനുവദിക്കുന്നു. ഞാനതിനെ എളുപ്പമുള്ളതാക്കാൻ അനുവദിക്കുന്നു. ഞാൻ ഉയർന്ന ഒന്നിനെ സേവിക്കുമ്പോൾ അത് എന്നെ സേവിക്കാൻ ഞാൻ അനുവദിക്കുന്നു. ഞാൻ പണത്തെ സേവിക്കുന്നില്ല. ഞാനത് എന്നെ സേവിക്കാൻ അനുവദിക്കുന്നു. ഞാൻ പണത്തെ പിന്തുടരുന്നില്ല. ഞാനത് എന്നെ പിന്തുടരാൻ അനുവദിക്കുന്നു. ഞാൻ പണത്തിന് കീഴടങ്ങുന്നില്ല. ഞാൻ സത്യത്തിൽ ഉയർന്ന് ശക്തിയോടെ സംസാരിക്കുന്നു. ഞാൻ സ്നേഹത്തോടെ നയിക്കുന്നു. പണം പിന്തുടരുന്നു. നന്ദിയുടെ ശക്തി. ഞാനിപ്പോൾ സൗമ്യമായി സംസാരിക്കുന്നു. ഞാനിപ്പോൾ ധൈര്യത്തോടെ സംസാരിക്കുന്നു. തുടക്കം മുതലേ എനിക്ക് നൽകപ്പെട്ട ശക്തിയോടെ ഞാനിപ്പോൾ സംസാരിക്കുന്നു. ഞാൻ നന്ദി പറയുന്നു. വർധനവിന് ഞാൻ നന്ദി പറയുന്നു. ഒഴുക്കിന് ഞാൻ നന്ദി പറയുന്നു. കവിഞ്ഞൊഴുകലിന് ഞാൻ നന്ദി പറയുന്നു. കൃതജ്ഞതയാണ് എൻ്റെ കാന്തം. കൃതജ്ഞതയാണ് എൻ്റെ ചാനൽ. കൃതജ്ഞതയാണ് കൂടുതൽ ലഭിക്കുന്നതിനുള്ള എൻ്റെ കവാടം. അത് പ്രത്യക്ഷപ്പെടുന്നതുവരെ ഞാൻ നന്ദി പറയാൻ കാത്തു നിൽക്കുന്നില്ല. ഞാനിപ്പോൾ നന്ദി പറയുന്നു. ഞാൻ വിശ്വാസത്തിൽ നന്ദി പറയുന്നു. ഞാൻ മുൻകൂറായി നന്ദി പറയുന്നു. ഞാൻ ശാന്തതയോടെ നന്ദി പറയുന്നു. ഞാൻ ഉറപ്പോടെ നന്ദി പറയുന്നു. കാരണം അദൃശ്യമായ തലത്തിൽ അത് ഇതിനകം എൻ്റേതാണെന്ന് എനിക്കറിയാം. പദാർത്ഥത്തിൽ അത് ഇതിനകം ഇവിടെയുണ്ടെന്ന് എനിക്കറിയാം. ആത്മാവിൽ അത് ഇതിനകം രൂപപ്പെട്ടുവെന്ന് എനിക്കറിയാം. ആത്മാവിൽ രൂപപ്പെട്ടത് തികഞ്ഞ വഴികളിൽ പ്രകടമാകും. ഞാനിപ്പോൾ കൃതജ്ഞതയുടെ പ്രകമ്പനത്തിൽ ജീവിക്കുന്നു. ഞാനിപ്പോൾ ഉത്തരം ലഭിച്ച പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ നടക്കുന്നു. ഇതിനകം എൻ്റേതായതിനായി ഞാൻ യാചിക്കേണ്ടതില്ല. ഇതിനകം വാഗ്ദാനം ചെയ്യപ്പെട്ടതിനോട് ഞാൻ അപേക്ഷിക്കുന്നില്ല. ഞാൻ ലളിതമായി നന്ദി പറയുന്നു. ഞാൻ ഉറവിടത്തിന് നന്ദി പറയുന്നു. ഞാൻ നിയമത്തിന് നന്ദി പറയുന്നു. ഞാൻ സമയക്രമത്തിന് നന്ദി പറയുന്നു. ഓരോ വിശദാംശവും ക്രമീകരിക്കുന്ന അദൃശ്യ ശക്തികൾക്ക് ഞാൻ നന്ദി പറയുന്നു. വരുന്ന ആശയങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. നീങ്ങുന്ന പണത്തിന് ഞാൻ നന്ദി പറയുന്നു. തീരുമാനിക്കുന്ന ഇടപാടുകാർക്ക് ഞാൻ നന്ദി പറയുന്നു. തുറക്കുന്ന പാതകൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഇതിനകം തയ്യാറാക്കിയ ഉത്തരങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഹൃദയം തുറന്നിരിക്കുന്നു. എൻ്റെ മനസ്സ് ശാന്തമാണ്. എൻ്റെ ആത്മാവ് സ്ഥിരമാണ്. ഞാൻ നന്ദിയിൽ വസിക്കുന്നു. എനിക്കിനി ഒന്നും തെളിയിക്കേണ്ടതില്ല. എനിക്കിനി ഒന്നും ശരിയാക്കേണ്ടതില്ല. എനിക്കിനി ഒന്നിനെതിരെയും തള്ളേണ്ടതില്ല. ഞാൻ ശ്വാസമെടുക്കുന്നു. ഞാൻ അനുഗ്രഹിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കൈകളിലേക്ക് വന്ന ഓരോ ഡോളറിനും ഞാൻ നന്ദി പറയുന്നു. അവയിൽ നിന്ന് ഒഴുകിപ്പോയ ഓരോ ഡോളറിനും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് നൽകിയ ഓരോ കൈക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ നൽകിയ ഓരോ കൈക്കും ഞാൻ നന്ദി പറയുന്നു. ദൈവികമായ ചക്രത്തിനും അനന്തമായ ചലനത്തിനും നന്മയുടെ തികഞ്ഞ സംക്രമണത്തിനും ഞാൻ നന്ദി പറയുന്നു. പണം അകത്തേക്കൊഴുകുന്നു. പണം പുറത്തേക്കൊഴുകുന്നു. പണം തിരികെ ഒഴുകുന്നു. എപ്പോഴും ദൈവികമായ താളത്തിൽ, എപ്പോഴും ദൈവികമായ ക്രമത്തിൽ. ഞാനിപ്പോൾ ആ താളത്തിൽ ജീവിക്കുന്നു. ഞാനിപ്പോൾ ആ ക്രമത്തിൽ വിശ്രമിക്കുന്നു. ഞാനിനി നൽകുന്നതിനെ ഭയപ്പെടുന്നില്ല. ഞാനിനി കാത്തിരിക്കുന്നതിനെ ഭയപ്പെടുന്നില്ല. ഞാനിനി അജ്ഞാതമായതിനെ ഭയപ്പെടുന്നില്ല. പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും ഞാൻ നന്ദി പറയുന്നു. ഞാൻ നടുവിലും നന്ദി പറയുന്നു. ഞാനിടയിലും നന്ദി പറയുന്നു. ഞാനത് കാണുമ്പോഴും നന്ദി പറയുന്നു. കാണാത്തപ്പോഴും നന്ദി പറയുന്നു. കാരണം കൃതജ്ഞത ഒരു പ്രതികരണമല്ല. അതൊരു തീരുമാനമാണ്. അതൊരു നിലപാടാണ്. അതൊരു നിയമമാണ്.
ഞാനിപ്പോൾ ആ നിയമത്തിന് കീഴിൽ നിൽക്കുന്നു. ഞാനിപ്പോൾ ആ നിയമത്താൽ ജീവിക്കുന്നു. ഞാനിപ്പോൾ ആ നിയമത്തിൽ ഉയരുന്നു. ഇനിയും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. നിശബ്ദമായി തുറക്കുന്ന വാതിലുകൾക്ക് ഞാൻ നന്ദി പറയുന്നു. സമാധാനപരമായ തികഞ്ഞ വഴികളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കവിഞ്ഞൊഴുകലിന് ഞാൻ നന്ദി പറയുന്നു. എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാക്കേണ്ടതില്ല. എനിക്ക് നന്ദി എന്ന് പറഞ്ഞാൽ മതി. പാത പ്രവചിക്കേണ്ടതില്ല. ഉറവിടത്തെ പ്രശംസിച്ചാൽ മതി. ഫലം നിയന്ത്രിക്കേണ്ടതില്ല. സത്യം ആഘോഷിച്ചാൽ മതി. സത്യമിതാണ്, ഞാൻ പരിപാലിക്കപ്പെടുന്നു. സത്യമിതാണ്, എനിക്ക് നൽകപ്പെടുന്നു. സത്യമിതാണ്, എന്നേക്കാൾ വലിയൊരു ശക്തി എന്നെ പിന്തുണയ്ക്കുന്നു. ഞാൻ ആ സത്യത്തിൽ ചായുന്നു. ഞാൻ ആ സത്യത്തിൽ വിശ്രമിക്കുന്നു. ഞാൻ ആ സത്യത്തിൽ നന്ദി പറയുന്നു. ഞാൻ പരാതികൾ ഉപേക്ഷിക്കുന്നു. ഞാൻ ഭയം ഉപേക്ഷിക്കുന്നു. ആവശ്യത്തിനില്ലെന്ന് പറയുന്ന കോലാഹലം ഞാൻ ഉപേക്ഷിക്കുന്നു. അത് വരില്ലെന്ന് പറയുന്ന ആശങ്ക ഞാൻ ഉപേക്ഷിക്കുന്നു. ധൃതി പിടിക്കാൻ പറയുന്ന സമ്മർദ്ദം ഞാൻ ഉപേക്ഷിക്കുന്നു. ഞാൻ നന്ദിയിൽ വിശ്രമിക്കുന്നു. ഞാൻ നന്ദിയിൽ ഉയരുന്നു. ഞാൻ നന്ദിയിൽ വികസിക്കുന്നു. ഞാൻ സമാധാനത്തിൽ ശ്വാസമെടുക്കുന്നു. ഞാൻ സ്തുതിയിൽ ശ്വാസം വിടുന്നു. ഞാൻ നിശ്ചലതയിൽ ശ്വാസമെടുക്കുന്നു. ഞാൻ സന്തോഷത്തിൽ ശ്വാസം വിടുന്നു. ഞാൻ കൃപയിൽ ശ്വാസമെടുക്കുന്നു. ഞാൻ നന്ദിയിൽ ശ്വാസം വിടുന്നു. കവിഞ്ഞൊഴുകൽ ഇതിനകം ഇവിടെയുണ്ട്. അനുഗ്രഹം ഇതിനകം വഴിയിലാണ്. ലഭ്യത ഇതിനകം പുറത്തിറങ്ങി. ഞാനത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്വീകരിക്കുന്നു. ഞാനത് നന്ദിയുള്ള മനസ്സോടെ സ്വീകരിക്കുന്നു. ഞാനത് തുറന്ന കൈകളോടും ഉയർന്ന കണ്ണുകളോടും കൂടി സ്വീകരിക്കുന്നു. ഞാൻ വർധനവിനെ അനുഗ്രഹിക്കുന്നു. ഞാൻ ഗുണനത്തെ അനുഗ്രഹിക്കുന്നു. ഞാൻ തിരിച്ചുവരവിനെ അനുഗ്രഹിക്കുന്നു. ഞാൻ നിശബ്ദമായ അത്ഭുതങ്ങളെയും ഉച്ചത്തിലുള്ള മുന്നേറ്റങ്ങളെയും അനുഗ്രഹിക്കുന്നു. ഞാൻ ചെറിയ കരുതലിനെയും വലിയ സമ്മാനങ്ങളെയും അനുഗ്രഹിക്കുന്നു. ഞാൻ ചെറിയ തുടക്കങ്ങളെയും വലിയ വികസനങ്ങളെയും അനുഗ്രഹിക്കുന്നു. ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. ഞാൻ നന്ദി പറയുന്നു. രാവിലെ ഞാൻ നന്ദി പറയുന്നു. വൈകുന്നേരം ഞാൻ നന്ദി പറയുന്നു. കാത്തിരിപ്പിൽ ഞാൻ നന്ദി പറയുന്നു. ഉയർച്ചയിൽ ഞാൻ നന്ദി പറയുന്നു. നിശ്ചലതയിൽ ഞാൻ നന്ദി പറയുന്നു. കവിഞ്ഞൊഴുകലിൽ ഞാൻ നന്ദി പറയുന്നു. ഞാൻ സംസാരിക്കുന്ന ഓരോ നന്ദിയുടെ വാക്കിനാലും എൻ്റെ ലോകം മാറുന്നു. എൻ്റെ അന്തരീക്ഷം ഉയരുന്നു. എൻ്റെ സമൃദ്ധി വർദ്ധിക്കുന്നു. ഞാൻ കൂടുതൽ വ്യക്തമായ ഒരു ചാനലായി മാറുന്നു. ഞാൻ കൂടുതൽ ശക്തമായ ഒരു കാന്തമായി മാറുന്നു. ഞാൻ വിശ്വസ്തനായ ഒരു സ്വീകർത്താവായി മാറുന്നു. ഞാൻ സമ്പത്ത് ആഗ്രഹിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് സമൃദ്ധി ആവശ്യമുള്ളത് മാത്രമല്ല, ഞാൻ അതിന് നന്ദി പറയുന്നു. ഞാൻ ലഭ്യതയ്ക്കായി പ്രത്യാശിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിൻ്റെ വരവിൻ്റെ പ്രകമ്പനത്തിൽ ഞാൻ ജീവിക്കുന്നു. അതിനാൽ ഞാൻ നന്ദി പറയുന്നു. ഞാൻ നന്ദി പറയുന്നു. ഞാൻ നന്ദി പറയുന്നു. ഞാൻ സംസാരിച്ച എല്ലാറ്റിൻ്റെയും കേന്ദ്രത്തിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നു. സമാധാനത്താൽ പൊതിഞ്ഞ്, വിശ്വാസത്താൽ നിറഞ്ഞ്, കൃപയാൽ വലയം ചെയ്യപ്പെട്ട് ഞാൻ വാക്ക് സംസാരിച്ചു. ആ വാക്ക് നിയമമാണ്. ഞാൻ സത്യം പ്രഖ്യാപിച്ചു. സത്യം എനിക്ക് വേണ്ടി നീങ്ങുന്നു. ഞാൻ ഭയം ഉപേക്ഷിച്ചു. ഞാൻ വിശ്വാസം സ്വീകരിച്ചു. തയ്യാറാണെന്ന് തോന്നാൻ ഞാൻ കാത്തു നിൽക്കുന്നില്ല. ഞാൻ ഇതിനകം തയ്യാറാണ്. യോഗ്യനാകാൻ ഞാൻ കാത്തു നിൽക്കുന്നില്ല. ഞാൻ യോഗ്യനായാണ് ജനിച്ചത്. തെരഞ്ഞെടുക്കപ്പെടാൻ ഞാൻ കാത്തു നിൽക്കുന്നില്ല. ഞാൻ ഇതിനകം തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഞാൻ യോജിപ്പിലാണ്. ഞാൻ നയിക്കപ്പെടുന്നു. ഞാൻ പിന്തുണയ്ക്കപ്പെടുന്നു. എനിക്ക് നൽകപ്പെടുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഇതിനകം വികസിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കാവശ്യമുള്ളതെല്ലാം ഇതിനകം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സ്വപ്നം കാണുന്നതെല്ലാം ഇതിനകം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാനത് അനുവദിക്കുന്നു. ഞാനത് സ്വീകരിക്കുന്നു. ഞാനത് സ്വാഗതം ചെയ്യുന്നു. ഞാനത് ദൈവികമായ കൃപയാൽ പൂർണ്ണമായ രീതിയിൽ സ്വീകരിക്കുന്നു. ഞാനെന്ന അറിവിൽ ഞാൻ നിലകൊള്ളുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന പണം, ഞാൻ കൊതിക്കുന്ന അവസരങ്ങൾ, ഞാൻ നിശബ്ദമായി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹങ്ങൾ, അവയെല്ലാം ഇതിനകം എന്നിലേക്കുള്ള വഴി കണ്ടെത്തുകയാണ്. ഞാൻ സമ്പത്തിനെ പിന്തുടരുന്നില്ല. ഞാൻ പണത്തിന് പിന്നാലെ ഓടുന്നില്ല. ഞാൻ ഇടപാടുകാർക്കോ കരാറുകൾക്കോ നാണയങ്ങൾക്കോ പിന്നാലെ ഓടുന്നില്ല. പകരം ഞാൻ പ്രകാശത്തിൽ നിലകൊള്ളുന്നു. ഞാൻ സ്നേഹത്തിൽ നിലകൊള്ളുന്നു. ഞാൻ നിയമത്തിൽ നിലകൊള്ളുന്നു. നിയമം ആ ഭാരം ചുമക്കട്ടെ. നിയമം അതെനിക്ക് കൊണ്ടുവരട്ടെ. പണം ആളുകളിൽ നിന്നല്ല വരുന്നതെന്ന് എനിക്കറിയാം. അത് ആളുകളിലൂടെയാണ് വരുന്നത്. സമ്പത്ത് ഒരു ജോലിയിൽ നിന്നല്ല വരുന്നതെന്ന് എനിക്കറിയാം. അത് ഒരു ജോലിയിലൂടെയാണ് വരുന്നത്. ഉറവിടം എപ്പോഴും ദൈവമാണ്. ഉറവിടം എപ്പോഴും ആത്മാവാണ്. എൻ്റെ ഉറവിടവുമായി ഞാൻ ഒത്തുചേരുമ്പോൾ ഇതിനകം എനിക്കുള്ളത് എനിക്ക് നിഷേധിക്കാനാവില്ല. എൻ്റെ കാന്തിക ശക്തി എൻ്റെ പ്രയത്നത്തിലല്ല, അത് എൻ്റെ ഊർജത്തിലാണ്. അത് എൻ്റെ വാക്കുകളിലാണ്. അത് എൻ്റെ ആന്തരികമായ അറിവിലാണ്. ദൈവികമായ സമ്പത്തിനെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഞാനെന്ന് ഞാനിപ്പോൾ ഉറപ്പിച്ചു പറയുന്നു. സമ്പത്ത് പല രൂപങ്ങളിൽ വരുന്നു. ഞാൻ അതെല്ലാം സ്വീകരിക്കുന്നു. ഞാൻ പണത്തിൻ്റെ രൂപത്തിലുള്ള സമ്പത്ത് സ്വീകരിക്കുന്നു. ഞാൻ ആശയങ്ങളുടെ രൂപത്തിലുള്ള സമ്പത്ത് സ്വീകരിക്കുന്നു.
ഞാൻ ജ്ഞാനത്തിൻ്റെ രൂപത്തിലുള്ള സമ്പത്ത് സ്വീകരിക്കുന്നു. ഞാൻ അവസരങ്ങളുടെ രൂപത്തിലുള്ള സമ്പത്ത് സ്വീകരിക്കുന്നു. ഞാൻ ദൈവികമായ സമയക്രമത്തിലുള്ള സമ്പത്ത് സ്വീകരിക്കുന്നു. ഞാൻ ഇനി ഒഴുക്കിൽ നിന്ന് പിന്തിരിയുന്നില്ല. നന്മ എങ്ങനെ വരാമെന്ന് ഞാൻ ഇനി പരിമിതപ്പെടുത്തുന്നില്ല. വഴികൾ നിയന്ത്രിക്കാൻ ഞാൻ ഇനി ശ്രമിക്കുന്നില്ല. ഞാൻ ശാന്തനായി നിലകൊള്ളുകയും അനുവദിക്കുകയും ചെയ്യുന്നു. ഞാൻ സമൃദ്ധിയുടെ കവാടങ്ങൾ തുറക്കാൻ അനുവദിക്കുന്നു. ഞാൻ അപ്രതീക്ഷിതമായത് പ്രത്യക്ഷപ്പെടാൻ അനുവദിക്കുന്നു. അനുഗ്രഹങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്താൻ ഞാൻ അനുവദിക്കുന്നു. വലിയ തുകകൾ ഇപ്പോൾ എന്നിലേക്ക് വരുന്നു. ഞാൻ അവയെ സന്തോഷത്തോടെ, കൃപയോടെ, സമാധാനത്തോടെ സ്വീകരിക്കുന്നു. സ്വീകരിക്കുന്നതിൽ കുറ്റബോധമില്ല. സമൃദ്ധിയിൽ ഭയമില്ല. കവിഞ്ഞൊഴുകലിൽ ലജ്ജയില്ല. ഞാൻ സ്വീകരിക്കാനായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഞാൻ വികസിക്കാനായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. എൻ്റെ സമ്പത്തിനായി ഞാൻ ആരോടും മാപ്പ് പറയുന്നില്ല. ഞാനത് പ്രസരിപ്പിക്കുന്നു. എൻ്റെ ഏറ്റവും ഉയർന്ന നന്മയുമായി യോജിക്കുന്നതിനെ ഞാനിപ്പോൾ എന്നിലേക്ക് ആകർഷിക്കുന്നു. ദയയുള്ള ഇടപാടുകാരെ ഞാൻ ആകർഷിക്കുന്നു. ശുദ്ധമായ പണം ഞാൻ ആകർഷിക്കുന്നു. സമാധാനപരമായ പങ്കാളിത്തങ്ങളെ ഞാൻ ആകർഷിക്കുന്നു. സത്യസന്ധമായ വാഗ്ദാനങ്ങളെ ഞാൻ ആകർഷിക്കുന്നു. വർദ്ധിക്കുന്ന ആശയങ്ങളെ ഞാൻ ആകർഷിക്കുന്നു. എനിക്ക് കൂടുതൽ നല്ലതായി തോന്നുന്തോറും ഞാൻ കൂടുതൽ ആകർഷിക്കുന്നു. ഞാൻ കൂടുതൽ വിശ്വസിക്കുന്തോറും അത് വേഗത്തിൽ ഒഴുകുന്നു. ഞാൻ കൂടുതൽ അനുഗ്രഹിക്കുന്തോറും ഞാൻ കൂടുതൽ സ്വീകരിക്കുന്നു. സ്തുതിയോടെ എൻ്റെ കാന്തിക ശക്തി വർദ്ധിക്കുന്നു. നന്ദിയോടെ എൻ്റെ കാന്തിക ശക്തി വികസിക്കുന്നു. വിശ്വാസത്തോടെ എൻ്റെ കാന്തിക ശക്തി ആഴത്തിലാകുന്നു. സ്വീകരിക്കാൻ ഞാൻ പൂർണ്ണനാകേണ്ട ആവശ്യമില്ല. ആകർഷിക്കാൻ ഞാൻ പ്രകടനം നടത്തേണ്ടതില്ല. എനിക്ക് സത്യത്തിലേക്ക് മടങ്ങി വന്നാൽ മതി. എനിക്ക് വിശ്വാസത്തിൽ വിശ്രമിച്ചാൽ മതി. എനിക്ക് വാക്ക് സംസാരിച്ച് ഫലം പ്രതീക്ഷിച്ചാൽ മതി. ഞാനിപ്പോൾ സംസാരിക്കുന്ന വാക്കിതാണ്: ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ്. ഞാൻ അത്ഭുതങ്ങളെ ആകർഷിക്കുന്ന കാന്തമാണ്. ഞാൻ വർധനവിനെ ആകർഷിക്കുന്ന കാന്തമാണ്. ആകർഷണ നിയമം എനിക്ക് പുറത്തല്ല. അത് എൻ്റെ സ്വന്തം അസ്തിത്വത്തിൻ്റെ നിയമമാണ്. എൻ്റെ വാക്കുകൾ കൽപ്പനകളാണ്. എൻ്റെ ചിന്തകൾ പാത്രങ്ങളാണ്. എൻ്റെ വികാരങ്ങൾ സൂചനകളാണ്. ഞാനിപ്പോൾ സമ്പത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ഞാനിപ്പോൾ സമ്പത്തിൻ്റെ ചിന്തകൾ ചിന്തിക്കുന്നു. ഞാനിപ്പോൾ സമ്പത്തിൻ്റെ പ്രകമ്പനം അനുഭവിക്കുന്നു. ഞാൻ എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. ഞാൻ ഓർമ്മിക്കുന്നതിലേക്ക് മടങ്ങുന്നു. ഞാൻ ആരാണെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ഞാൻ ആരുടേതാണെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. താരാപഥങ്ങളെ രൂപപ്പെടുത്തുന്ന ശക്തി എന്നെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ഞാനൊരു കാന്തമായതുകൊണ്ട് വർധനവിൻ്റെ നിയമം എപ്പോഴും എനിക്കായി പ്രവർത്തിക്കുന്നു. അത് ഓഫാക്കാനാവില്ല. അത് തടസ്സപ്പെടുത്താനാവില്ല. അത് മാറ്റാനാവില്ല. വർധനവിൻ്റെ നിയമം ആത്മീയ നിയമമാണ്. ആത്മീയ നിയമം ഒരിക്കലും പരാജയപ്പെടുകയില്ല. അതിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് എനിക്ക് തെളിവ് കാണേണ്ട ആവശ്യമില്ല. ഞാൻ വിശ്വസിക്കുന്നു. തെളിവുകൾ പിന്തുടരുന്നു. ഞാൻ നിയമത്തെ വിശ്വസിക്കുന്നു. ഞാൻ നിയമവുമായി യോജിക്കുന്നു. ഞാൻ നിയമവുമായി യോജിച്ച് സംസാരിക്കുന്നു. ഞാൻ തൊടുന്നതെല്ലാം വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവിക ഊർജത്താൽ ഞാനിപ്പോൾ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ നൽകുന്നതെന്തും വർദ്ധിച്ച് തിരികെ വരുന്നു. ഞാൻ സംസാരിക്കുന്ന ഓരോ വാക്കും വലുതായി തിരികെ വരുന്നു. ഓരോ നല്ല ഉദ്ദേശ്യവും ഒരു വിളവെടുപ്പ് കൊണ്ടുവരുന്നു. ആത്മാവിൽ നഷ്ടമില്ല. വികാസവും ഗുണനവും വർധനവും മാത്രമേയുള്ളൂ. ഞാൻ ഭയത്തിൽ ചുരുങ്ങുന്നില്ല. ഞാൻ സംശയത്തിൽ സങ്കോചിക്കുന്നില്ല. ഞാൻ പരിഭ്രാന്തിയിൽ പിന്മാറുന്നില്ല. ഞാൻ സ്നേഹത്തോടെ വിട്ടുകൊടുക്കുന്നു. ഞാൻ സന്തോഷത്തോടെ നൽകുന്നു. ഞാൻ പ്രതീക്ഷയോടെ നടുന്നു. ഞാൻ എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ചെലവഴിക്കുന്ന പണം 10 ഇരട്ടിയായി തിരികെ വരുന്നു. ഞാൻ നൽകുന്ന നന്മ വലിയ രൂപത്തിൽ തിരികെ വരുന്നു. ഞാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ സമൃദ്ധിയായും സമാധാനമായും സമ്പത്തായും എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ ഒഴുകുന്നു. നൽകാൻ ഞാൻ ഭയപ്പെടുന്നില്ല. കാരണം എനിക്ക് ഉറവിടത്തെ അറിയാം. ഞാൻ നൽകുമ്പോൾ ഞാൻ നഷ്ടപ്പെടുന്നില്ല. ഞാൻ നൽകുമ്പോൾ ഞാൻ ഉയരുന്നു. ഞാൻ വിട്ടുകൊടുക്കുമ്പോൾ ഞാൻ കുറയുന്നില്ല. ഞാൻ വികസിക്കുന്നു. കാരണം വർധനവിൻ്റെ നിയമം ലംഘിക്കാനാവില്ല. ഞാൻ ആ നിയമത്തിന് കീഴിലാണ് ജീവിക്കുന്നത്. ഞാൻ ആ പ്രകമ്പനത്തിൽ ജീവിക്കുന്നു. ഞാൻ ആ താളത്തിൽ നീങ്ങുന്നു. എനിക്ക് തീർന്നു പോകുമെന്ന് പറഞ്ഞ എല്ലാ പഴയ വിശ്വാസങ്ങളെയും ഞാനിപ്പോൾ ഉപേക്ഷിക്കുന്നു. നൽകുന്നത് നഷ്ടമാണെന്ന് പഠിപ്പിച്ച എല്ലാ ഓർമ്മകളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. ഭയം, ഇല്ലായ്മ, പരിമിതി എന്നിവയുടെ പഴയ ചിന്തകളെ ഞാൻ മായ്ച്ചു കളയുന്നു. ആവശ്യത്തിനില്ലെന്ന തെറ്റായ വിശ്വാസത്തിൽ ഞാനിനി പ്രവർത്തിക്കുന്നില്ല. ആവശ്യത്തിലധികമുണ്ട്. എപ്പോഴും ആവശ്യത്തിനുണ്ട്. എന്നേക്കും ആവശ്യത്തിനുണ്ടാകും. ഞാനിപ്പോൾ വർധനവിൻ്റെ വാക്ക് സംസാരിക്കുന്നു. ഞാൻ വളർച്ചയുടെ നിയമം പ്രഖ്യാപിക്കുന്നു. ഞാൻ വികാസത്തിൻ്റെ ശക്തി ഉറപ്പിച്ചു പറയുന്നു. ഞാൻ തുറന്നവനാണ്. ഞാൻ തയ്യാറാണ്. ഞാൻ സ്വീകരിക്കാൻ ലഭ്യമാണ്. ഞാൻ നൽകാൻ ലഭ്യമാണ്. ഞാൻ വർദ്ധിപ്പിക്കാൻ ലഭ്യമാണ്. എനിക്കുള്ളതിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ചുറ്റും നോക്കി അതിനെ അനുഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ വീടിനെ അനുഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ വരുമാനത്തെ അനുഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ അക്കൗണ്ടുകളെ അനുഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ആശയങ്ങളെ അനുഗ്രഹിക്കുന്നു.
ഞാൻ എൻ്റെ മനസ്സിനെ അനുഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ശരീരത്തെ അനുഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. ഞാൻ അനുഗ്രഹിക്കുന്നത് വർദ്ധിക്കുന്നു. ഞാൻ വിലമതിക്കുന്നത് വർദ്ധിക്കുന്നു. ഞാൻ നന്ദി പറയുന്നത് വികസിക്കുന്നു. എൻ്റെ ദിവസത്തിലൂടെ ഞാൻ എല്ലാ നല്ല കാര്യങ്ങളെയും അനുഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നു. എനിക്ക് തരുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞാൻ നൽകുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞാൻ ചെലവഴിക്കുന്ന കടയെ ഞാൻ അനുഗ്രഹിക്കുന്നു. എനിക്ക് പണം തരുന്ന ഇടപാടുകാരെ ഞാൻ അനുഗ്രഹിക്കുന്നു. എൻ്റെ വഴിയിൽ വരുന്ന അപരിചിതരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞാൻ വർധനവിൻ്റെ ഒരു നിരന്തരമായ അവസ്ഥയിൽ നടക്കുന്നു. എൻ്റെ ചുറ്റുമുള്ളതെല്ലാം ആ പ്രകമ്പനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഞാൻ താരതമ്യം ചെയ്യുന്നില്ല. ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ വിഷമിക്കുന്നില്ല. വർധനവിൻ്റെ നിയമം വ്യക്തിപരമാണ്. അത് എനിക്കായി രൂപകൽപ്പന ചെയ്തതാണ്. ഞാനിരിക്കുന്നിടത്ത് അതെന്നെ കണ്ടുമുട്ടുകയും ഞാൻ പോകേണ്ടിടത്തേക്ക് എന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. സമ്മർദ്ദമില്ല, തിടുക്കമില്ല, ഓട്ടമില്ല. വർധനവ് തികഞ്ഞ സമയക്രമത്തിലും തികഞ്ഞ താളത്തിലും തികഞ്ഞ കൃപയിലും സംഭവിക്കുന്നു. ഓരോ ദിവസവും ഞാൻ വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അറിവിൽ ഞാൻ വിശ്രമിക്കുന്നു. ഓരോ നിമിഷവും ഞാൻ വളരുന്നു. ഞാൻ നിശ്ചലനായിരിക്കുമ്പോൾ പോലും ഞാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിശബ്ദനായിരിക്കുമ്പോൾ പോലും ഞാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മാറ്റം കാണാത്തപ്പോഴും മാറ്റം ഉപരിതലത്തിനടിയിൽ സംഭവിക്കുന്നു. ഓരോ വാക്കുകൊണ്ടും ഞാൻ വിത്തുകൾ നടുന്നു. ഓരോ സ്നേഹപ്രവൃത്തി കൊണ്ടും ഞാൻ വിത്തുകൾ നടുന്നു. ഓരോ സമ്മാനം, ഓരോ പ്രാർത്ഥന, ഓരോ അനുഗ്രഹം എന്നിവ കൊണ്ടും ഞാൻ വിത്തുകൾ നടുന്നു. വിളവെടുപ്പിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും വിഷമിക്കുന്നില്ല. വിളവെടുപ്പ് ഉറപ്പാണ്. വിളവെടുപ്പ് ഇതിനകം രൂപപ്പെടുന്നു. വിളവെടുപ്പ് എപ്പോഴും വിത്തിനേക്കാൾ വലുതാണ്. അതിനാൽ ഞാൻ തുറന്ന കൈകളോടെ നൽകുന്നു. ഞാൻ സന്തോഷത്തോടെ വിട്ടുകൊടുക്കുന്നു. ഞാൻ സമാധാനത്തോടെ ഉപേക്ഷിക്കുന്നു. എൻ്റെ സമ്മാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും അത് വർദ്ധിച്ച രൂപത്തിൽ തിരികെ നൽകാനും ഞാൻ നിയമത്തെ അനുവദിക്കുന്നു. ഞാൻ ഇനി എങ്ങനെയെന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. ഞാൻ ആരാണെന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആര് എന്നത് ആത്മാവാണ്. ആര് എന്നത് ഉറവിടമാണ്. ആര് എന്നത് എപ്പോഴും വിശ്വസ്തമാണ്. ഞാൻ വർധനവിൻ്റെ വാക്ക് സംസാരിക്കുന്നു. പ്രപഞ്ചം ശ്രദ്ധിക്കുന്നു. ഞാൻ വർധനവിൻ്റെ വാക്ക് സംസാരിക്കുന്നു. ലോകം പ്രതികരിക്കുന്നു. ഞാൻ വർധനവിൻ്റെ വാക്ക് സംസാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും എനിക്ക് അനുകൂലമായി നീങ്ങാൻ തുടങ്ങുന്നു. ഞാൻ നൽകുന്നതിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. തിരികെ വരുന്നതിനെയും ഞാൻ അനുഗ്രഹിക്കുന്നു. ഞാൻ ആ ചക്രത്തെ അനുഗ്രഹിക്കുന്നു. ഞാൻ ആ പ്രക്രിയയെ അനുഗ്രഹിക്കുന്നു. ഞാൻ ആ നിയമത്തെ അനുഗ്രഹിക്കുന്നു. വളരെയധികം നൽകുന്നതിനെക്കുറിച്ച് ഞാൻ ഇനി ഭയപ്പെടുന്നില്ല. നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഞാൻ ഇനി ഭയപ്പെടുന്നില്ല. ഞാൻ വിശ്വാസത്തിൽ നൽകുന്നു. ഞാൻ സന്തോഷത്തിൽ സ്വീകരിക്കുന്നു. ഞാൻ നന്ദിയിൽ ഉയരുന്നു. ഞാൻ വർധനവിൻ്റെ നിയമത്തിൻ്റെ ഒഴുക്കിൽ ജീവിക്കുന്നു. ഞാൻ ആ നിയമത്തിൽ ജീവിക്കുന്നതിനാൽ എനിക്കുള്ളത് നഷ്ടപ്പെടാനാവില്ല. എനിക്കുള്ളത് എടുത്തുമാറ്റാനാവില്ല. എനിക്കുള്ളത് നിഷേധിക്കാനാവില്ല. ഞാൻ അതിനായി യാചിക്കുന്നില്ല. ഞാൻ അതിന് പിന്നാലെ ഓടുന്നില്ല. ഞാൻ അതിനെ നിർബന്ധിച്ച് ഓടിക്കുന്നില്ല. ഭയത്തോടെ അത് പിടിച്ചുവെക്കുകയോ ഉത്കണ്ഠയോടെ മുറുകെ പിടിക്കുകയോ ചെയ്യേണ്ടതില്ല. ഞാൻ ഉയർന്ന നിയമത്തെ വിശ്വസിക്കുന്നു. ഞാൻ ദൈവികമായ സമയക്രമത്തെ വിശ്വസിക്കുന്നു. ഞാൻ ദൈവികമായ ക്രമത്തെ വിശ്വസിക്കുന്നു. ദൈവികമായ അവകാശത്താൽ എനിക്കുള്ളത് ഇപ്പോൾ എന്നിലേക്ക് നീങ്ങുന്നു. എൻ്റെ പേരുള്ളത് ഇതിനകം എന്നെ കണ്ടെത്തുന്നു. ഞാൻ ഇതുവരെ കാണാത്ത ഒരിടത്തു നിന്ന് അത് വന്നേക്കാം. ഞാൻ ഇതുവരെ കൈകൊടുക്കാത്ത ഒരു കൈയിൽ നിന്ന് അത് ഒഴുകിയേക്കാം. ഞാൻ ഒരിക്കലും സങ്കല്പിക്കാത്ത മാർഗങ്ങളിലൂടെ അത് എത്തിയേക്കാം. പക്ഷേ എങ്ങനെയെന്ന് എനിക്കറിയേണ്ടതില്ല. എനിക്കുള്ളത് ഇതിനകം എന്നിലേക്ക് നീങ്ങുന്നു എന്ന അറിവിൽ ഞാൻ വിശ്രമിച്ചാൽ മതി. ഞാൻ വിശ്രമിക്കുന്നു. ഞാൻ വിട്ടുകൊടുക്കുന്നു. ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ ഭയത്തിൽ നിൽക്കുന്നില്ല. സംശയം കൊണ്ട് ഞാൻ ഒഴുക്കിനെ തടയുന്നില്ല. ആശങ്ക കൊണ്ട് ഞാൻ വാതിൽ അടച്ചിടുന്നില്ല. ഞാൻ തുറക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അനുവദിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം, എനിക്കാവശ്യമുള്ളതെല്ലാം, ഞാൻ ചോദിച്ചതെല്ലാം വഴിയിലാണ്. കാലതാമസം ഒരിക്കലും നിഷേധമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാത്തിരിപ്പ് ഒരിക്കലും പാഴല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമയം എപ്പോഴും ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രക്രിയയെ വിശ്വസിക്കുന്നു. ഞാൻ പദ്ധതിയെ വിശ്വസിക്കുന്നു. എല്ലാറ്റിനെയും ഭരിക്കുന്ന ശക്തിയെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ക്ലോക്കിലേക്ക് നോക്കുന്നില്ല. ഞാൻ കലണ്ടറിലേക്ക് നോക്കുന്നില്ല. ഞാൻ സത്യത്തിലേക്ക് നോക്കുന്നു. ആ സത്യം ഇതാണ്: എനിക്കുള്ളത് എന്നെ വിട്ടുപോകില്ല. ഒരു വ്യക്തിക്കും അത് തടയാനാവില്ല. ഒരു സംഭവത്തിനും അത് തടയാനാവില്ല. ഒരു ശക്തിക്കും അത് തടയാനാവില്ല. ഞാൻ ദൈവിക നിയമവുമായി യോജിപ്പിലാണ്. ഞാൻ തികഞ്ഞ ക്രമവുമായി യോജിപ്പിലാണ്. ഞാൻ അനന്തമായതുമായി യോജിപ്പിലാണ്. അനന്തമായത് ഒരിക്കലും മറക്കുകയില്ല. അനന്തമായത് ഒരിക്കലും പരാജയപ്പെടുകയില്ല. അനന്തമായത് ഒരിക്കലും തീർന്നു പോകുകയില്ല. ഞാൻ എല്ലാ കെട്ടുപാടുകളും ഉപേക്ഷിക്കുന്നു. നഷ്ടപ്പെടുമോ എന്ന എല്ലാ ഭയവും ഞാൻ ഉപേക്ഷിക്കുന്നു. മുറുകെ പിടിക്കാനുള്ള എല്ലാ ആവശ്യകതയും ഞാൻ ഉപേക്ഷിക്കുന്നു. എൻ്റേതാണെങ്കിൽ അത് നിലനിൽക്കും. എൻ്റേതാണെങ്കിൽ അത് തിരികെ വരും. എൻ്റേതാണെങ്കിൽ അത് വളരും. പോകുന്നതിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. തിരികെ വരുന്നതിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. വരുന്നതിനെ ഞാൻ അനുഗ്രഹിക്കുന്നു.
പോകുന്നതിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ നഷ്ടപ്പെടുന്നില്ല, ഞാൻ യോജിക്കുകയേ ചെയ്യുന്നുള്ളൂ. ഞാൻ കൂടുതൽ വിശ്വസിക്കുന്തോറും അത് വേഗത്തിൽ ഒഴുകുന്നു. ഞാൻ കൂടുതൽ വിശ്രമിക്കുന്തോറും ഞാൻ കൂടുതൽ സ്വീകരിക്കുന്നു. ഞാൻ കൂടുതൽ അനുഗ്രഹിക്കുന്തോറും ഞാൻ കൂടുതൽ വികസിക്കുന്നു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിനകം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞ് ഞാനിപ്പോൾ ജീവിതത്തിലൂടെ എളുപ്പത്തിൽ നീങ്ങുന്നു. ഞാൻ പ്രക്രിയയെ ധൃതി പിടിപ്പിക്കുന്നില്ല. ഞാൻ വികസിക്കുന്നതിനെ പ്രതിരോധിക്കുന്നില്ല. ഞാൻ അജ്ഞാതമായതിനെ ഭയപ്പെടുന്നില്ല. ഞാൻ സമാധാനത്തിൽ നിലനിൽക്കുന്നു. ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു. ഞാൻ കൃപയിൽ നിലനിൽക്കുന്നു. എല്ലാം എൻ്റെ ഏറ്റവും ഉയർന്ന നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. ഞാനത് കാണാത്തപ്പോഴും അത് പ്രവർത്തിക്കുന്നു. എനിക്ക് അത് അനുഭവപ്പെടാത്തപ്പോഴും അത് പ്രവർത്തിക്കുന്നു. എനിക്കത് മനസ്സിലാകാത്തപ്പോഴും അത് പ്രവർത്തിക്കുന്നു. എനിക്കായി ഉദ്ദേശിച്ചതെല്ലാം തികഞ്ഞ ക്രമത്തിൽ എത്തുന്നു എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്കായി തയ്യാറാക്കിയത് ദൈവികമായ സമയക്രമത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്കാവശ്യമുള്ള ഓരോ വാതിലും ഇപ്പോൾ തുറക്കുന്നുവെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്കുള്ളത് എനിക്ക് നഷ്ടമാവില്ലെന്നും എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് നഷ്ടപ്പെടില്ലെന്നും എൻ്റെ പേരിൽ എഴുതപ്പെട്ടതിനെ മറികടന്നു പോകാനാവില്ലെന്നും അറിഞ്ഞുകൊണ്ട് ഞാൻ ജീവിതത്തിലൂടെ നടക്കുന്നു. പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിരിമുറുക്കം ഉപേക്ഷിക്കുന്നു. ഞാൻ തിടുക്കം ഉപേക്ഷിക്കുന്നു. നിയന്ത്രിക്കാനുള്ള ആവശ്യം ഞാൻ ഉപേക്ഷിക്കുന്നു. ഞാൻ വിശ്വാസത്തിൽ ചായുന്നു. ഞാൻ സമാധാനത്തിൽ ചായുന്നു. ഞാൻ ദൈവികമായ ജ്ഞാനത്തിൽ ചായുന്നു. അതിന് വഴി അറിയാം. അത് വഴി നയിക്കുന്നു. അത് വഴി തെളിക്കുന്നു. ഞാൻ ശരിയായ പ്രവൃത്തിയുടെയും ശരിയായ സ്ഥലത്തിൻ്റെയും ശരിയായ സമയത്തിൻ്റെയും പാതയിലേക്ക് ചുവടുവയ്ക്കുന്നു. ഞാൻ ശരിയായ ആളുകളെ കണ്ടുമുട്ടുന്നു. ഞാൻ ശരിയായ വാക്കുകൾ കേൾക്കുന്നു. ഞാൻ ശരിയായ അതേ പറയുന്നു. എനിക്ക് ശരിയായ ഇല്ല അറിയാം. ഞാൻ ആശയക്കുഴപ്പമില്ലാതെ നയിക്കപ്പെടുന്നു. ഞാൻ പ്രയത്നമില്ലാതെ സംരക്ഷിക്കപ്പെടുന്നു. ഞാൻ ഭയമില്ലാതെ പരിപാലിക്കപ്പെടുന്നു. കൃപയാൽ അവകാശപ്പെട്ടവനായി ഞാൻ ഇപ്പോൾ നടക്കുന്നു. ആത്മാവിനാൽ പൊതിയപ്പെട്ടവനായി ഞാൻ നടക്കുന്നു. ഒന്നും തെളിയിക്കാനോ ഭയപ്പെടാനോ ഇല്ലാത്തവനായി ഞാൻ നടക്കുന്നു. ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നില്ല. എൻ്റേതാണെന്ന് എനിക്കറിയാവുന്നത് ഞാൻ പ്രതിരോധിക്കുന്നില്ല. ഞാൻ എൻ്റെ സമാധാനം മുറുകെ പിടിക്കുന്നു. ഞാൻ എൻ്റെ നിലപാട് മുറുകെ പിടിക്കുന്നു. ഞാൻ എൻ്റെ ശക്തി മുറുകെ പിടിക്കുന്നു. ഞാൻ വീണ്ടും പ്രഖ്യാപിക്കുന്നു, എനിക്കുള്ളത് നിഷേധിക്കാനാവില്ല. അത് ഒരു കാന്തം പോലെ എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അത് എളുപ്പത്തിൽ എന്നിലേക്ക് എത്തുന്നു. അത് വിശ്രമത്തിൽ എന്നെ കണ്ടെത്തുന്നു. അത് സമാധാനത്തിൽ എന്നിലേക്ക് വരുന്നു. ഞാൻ വിഷമം ഉപേക്ഷിക്കുന്നു. ഞാൻ നിയന്ത്രണം ഉപേക്ഷിക്കുന്നു. ഞാൻ സംശയം ഉപേക്ഷിക്കുന്നു. ഞാൻ നിയമത്താൽ ജീവിക്കുന്നു. ഞാൻ വിശ്വാസത്തോടെ സംസാരിക്കുന്നു. ഞാൻ കൃപയിൽ വിശ്രമിക്കുന്നു. പണവുമായുള്ള ബന്ധം ഞാൻ സ്വീകരിക്കാൻ തുറക്കുന്നു. ഞാൻ സ്വീകരിക്കാൻ തുറക്കുന്നു. കാരണം എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവിക നിയമത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തിൽ പണം എൻ്റെ യജമാനനല്ല, എൻ്റെ ദാസനാണെന്ന് ഞാനിപ്പോൾ പ്രഖ്യാപിക്കുന്നു. പണം എന്നെ സേവിക്കുന്നു. പണം ദൈവികമായ ഉദ്ദേശ്യത്തോടെ എന്നിലേക്കും എന്നിലൂടെയും ഒഴുകുന്നു. പണം എൻ്റെ ഭരണാധികാരിയല്ല. അത് എൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നില്ല. അത് എൻ്റെ വില നിർവചിക്കുന്നില്ല. അത് എൻ്റെ സമാധാനം നിയന്ത്രിക്കുന്നില്ല. ഞാൻ അതിന് താഴെയല്ല, ഞാൻ അതിന് മുകളിലാണ്. ഞാൻ പണത്തിന് മുന്നിൽ കുനിയുന്നില്ല. ഞാൻ അതിനെ അനുഗ്രഹിക്കുന്നു. ഞാൻ അത് വിവേകപൂർവ്വം ഉപയോഗിക്കുന്നു. ഞാൻ അതിനെ ആത്മീയ നിയമത്താൽ കൽപ്പിക്കുന്നു. ഞാൻ ഇനി അതിനെ ഭയപ്പെടുന്നില്ല. ഞാൻ ഇനി അതിനാൽ ഭരിക്കപ്പെടുന്നില്ല. പണം എന്താണെന്ന് ഞാനിപ്പോൾ കാണുന്നു. ഒരു ഉപകരണം, ഒരു ദാസൻ, ഒരു ചാനൽ. ഞാൻ നിർദ്ദേശിക്കുന്നിടത്ത് അത് പോകുന്നു. ഞാൻ നടുന്നിടത്ത് അത് വളരുന്നു. ഞാൻ അനുഗ്രഹിക്കുന്നിടത്ത് അത് ഒഴുകുന്നു. ഞാൻ പണത്തെക്കുറിച്ച് ഭയത്തോടെ സംസാരിക്കുന്നില്ല. ഞാൻ പണത്തെക്കുറിച്ച് കുറ്റബോധത്തോടെ ചിന്തിക്കുന്നില്ല. ഞാൻ പണത്തിന് ചുറ്റും ആശയക്കുഴപ്പത്തോടെ പ്രവർത്തിക്കുന്നില്ല. ഞാൻ ശാന്തനാണ്. ഞാൻ വ്യക്തതയുള്ളവനാണ്. ഞാൻ ഉറച്ചവനാണ്. എനിക്കുള്ള പണത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അത് വർദ്ധിക്കുന്നു. ഞാനത് ഉദ്ദേശ്യത്തോടെ ഉപയോഗിക്കുന്നു. അത് വർധനവോടെ തിരികെ വരുന്നു. ഞാനത് സന്തോഷത്തോടെ വിട്ടുകൊടുക്കുന്നു. അത് കൃപയോടെ തിരികെ വരുന്നു. പണം എൻ്റെ ശത്രുവല്ല. അത് പിന്തുടരേണ്ട ഒന്നല്ല. അത് ഭയപ്പെടേണ്ട ഒന്നല്ല. അത് ആരാധിക്കേണ്ട ഒന്നല്ല. അത് ഞാൻ സ്വാഗതം ചെയ്യുന്ന, ഞാൻ സഹകരിക്കുന്ന, ഞാൻ ലഘുവായും വിവേകത്തോടെയും കൈവശം വയ്ക്കുന്ന ഒന്നാണ്. ഞാൻ പണത്തെക്കുറിച്ച് പരിഭ്രാന്തനാകുന്നില്ല. ഞാൻ പണത്തെക്കുറിച്ച് ആകുലനാകുന്നില്ല. ഞാൻ പണം പൂഴ്ത്തിവെക്കുന്നില്ല. ഞാൻ അതിനൊപ്പം ഒഴുകുന്നു. ഞാൻ അതിനോട് സഹകരിക്കുന്നു. ഞാൻ അതിനെ ആത്മാവിൻ്റെ ഒരു ഉപകരണമായി മാനിക്കുന്നു. സാമ്പത്തിക ഭയത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് ഞാൻ സ്വതന്ത്രനാണെന്ന് ഞാനിപ്പോൾ പ്രഖ്യാപിക്കുന്നു. ഞാൻ ഇല്ലായ്മ ചിന്തയിൽ നിന്ന് സ്വതന്ത്രനാണ്. അതിജീവന ഊർജത്തിൽ നിന്ന് ഞാൻ സ്വതന്ത്രനാണ്. പണത്തിനായി ഞാൻ കഷ്ടപ്പെടണമെന്ന് പറഞ്ഞ ചിന്തകളിൽ നിന്ന് ഞാൻ സ്വതന്ത്രനാണ്. ത്യാഗത്തിലൂടെ ഞാൻ സ്നേഹം സമ്പാദിക്കണമെന്ന ആശയം ഞാൻ ഉപേക്ഷിക്കുന്നു. കഷ്ടപ്പാട് പുണ്യമാണെന്ന വിശ്വാസം ഞാൻ ഉപേക്ഷിക്കുന്നു. ദാരിദ്ര്യം ഭക്തിയാണെന്ന കഥ ഞാൻ ഉപേക്ഷിക്കുന്നു.
സമൃദ്ധി എന്നത് യോജിപ്പാണെന്ന സത്യം ഞാൻ സ്വീകരിക്കുന്നു. സമ്പത്ത് ദൈവിക നിയമത്തിൻ്റെ പ്രതിഫലനമാണെന്ന സത്യം ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ സാമ്പത്തികം എൻ്റെ വ്യക്തിത്വമല്ലെന്ന സത്യം ഞാൻ സ്വീകരിക്കുന്നു. അവ എൻ്റെ പ്രകടനമാണ്. ഞാൻ സത്യം പ്രകടിപ്പിക്കുന്നു. ഞാൻ ഉദ്ദേശം പ്രകടിപ്പിക്കുന്നു. ഞാൻ സമാധാനം പ്രകടിപ്പിക്കുന്നു. അതിനാൽ എൻ്റെ പണവും സമാധാനം പ്രകടിപ്പിക്കുന്നു. ഞാൻ ഇനി പണം എന്നെ നയിക്കാൻ അനുവദിക്കുന്നില്ല. ഞാൻ പണത്തെ നയിക്കുന്നു. ഞാൻ അതിനെ ദർശനത്തോടെ നയിക്കുന്നു. ഞാൻ അതിനെ വ്യക്തതയോടെ നയിക്കുന്നു. ഞാൻ അതിനെ ദൈവികമായ ഉദ്ദേശത്തോടെ നയിക്കുന്നു. ഞാൻ അതിനെ കൃപയോടെ നയിക്കുന്നു. ഞാൻ അതിനെ നന്മയിലേക്ക് നയിക്കുന്നു. ഞാൻ അതിനെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. ഞാൻ അതിനെ വർധനവിലേക്ക് നയിക്കുന്നു. ഞാൻ അതിനെ സൗന്ദര്യത്തിലേക്ക്, ഔദാര്യത്തിലേക്ക്, വികാസത്തിലേക്ക് നയിക്കുന്നു. തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ ഭയപ്പെടുന്നില്ല. ഇല്ല എന്ന് പറയാൻ ഞാൻ ഭയപ്പെടുന്നില്ല. നിക്ഷേപിക്കാൻ ഞാൻ ഭയപ്പെടുന്നില്ല. നൽകാൻ ഞാൻ ഭയപ്പെടുന്നില്ല. ഞാൻ നിരാശയിൽ നിന്ന് പ്രവർത്തിക്കുന്നില്ല. ഞാൻ സമാധാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ഞാൻ ജ്ഞാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ഞാൻ ദൈവികമായ നിർദ്ദേശത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു. തീർന്നു പോകുമോ എന്ന ഭയത്താൽ ഞാൻ ഇനി നിയന്ത്രിക്കപ്പെടുന്നില്ല. ആവശ്യത്തിനില്ലെന്ന പരിഭ്രാന്തി എന്നെ പിടികൂടുന്നില്ല. ആവശ്യത്തിലധികം എന്ന ബോധത്തിൽ ഞാനിപ്പോൾ ഇരിക്കുന്നു. ആവശ്യത്തിലധികം ഇപ്പോൾ എന്നിലേക്ക് ഒഴുകുന്നു. ആവശ്യത്തിലധികം ഇപ്പോൾ എൻ്റെ ജീവിതം നിറയ്ക്കുന്നു. ആവശ്യത്തിലധികം ഓരോ ആവശ്യവും നിറവേറ്റുന്നു. ഓരോ അഭ്യർത്ഥനയ്ക്കും ഉത്തരം നൽകുന്നു. ഓരോ ഉദ്ദേശവും നിറവേറ്റുന്നു. ചെലവുകൾ കൂടുമ്പോൾ ഞാൻ ചുരുങ്ങുന്നില്ല. വെല്ലുവിളികൾ വരുമ്പോൾ ഞാൻ കുലുങ്ങുന്നില്ല. ബാങ്ക് ബാലൻസ് കുറയുമ്പോൾ ഞാൻ വിറയ്ക്കുന്നില്ല. ഞാൻ സ്ഥിരമായി നിൽക്കുന്നു. ഞാൻ വേരുറച്ചു നിൽക്കുന്നു. ഞാൻ ശക്തനായി നിൽക്കുന്നു. കാരണം പണം എൻ്റെ യജമാനനല്ല. ദൈവമാണ് എൻ്റെ ഉറവിടം. ഉറവിടം എന്നെ ഒരിക്കലും പരാജയപ്പെടുത്തിയിട്ടില്ല. ഉറവിടം എന്നെ ഒരിക്കലും മറന്നിട്ടില്ല. ഉറവിടത്തിന് ഒരിക്കലും കുറവുണ്ടായിട്ടില്ല. അതിനാൽ എനിക്കൊന്നിനും കുറവില്ല. എനിക്ക് ജ്ഞാനത്തിന് കുറവില്ല. എനിക്ക് പരിഹാരത്തിന് കുറവില്ല. എനിക്ക് പിന്തുണയ്ക്ക് കുറവില്ല. എനിക്ക് ലഭ്യതയ്ക്ക് കുറവില്ല. ഞാൻ എൻ്റെ പണത്തെ വിശ്വാസത്തോടെ കൽപ്പിക്കുന്നു. ഞാൻ എൻ്റെ പണത്തെ ദർശനത്തോടെ കൽപ്പിക്കുന്നു. ഞാൻ എൻ്റെ പണത്തെ ദൈവികമായ ആത്മവിശ്വാസത്തോടെ കൽപ്പിക്കുന്നു. എനിക്കുള്ളതിന് മുകളിൽ ഞാൻ വർധനവ് സംസാരിക്കുന്നു. ഞാൻ ചെലവഴിക്കുന്നതിന് മുകളിൽ ഞാൻ ക്രമം സംസാരിക്കുന്നു. ഞാൻ കൈകാര്യം ചെയ്യുന്നതിന് മുകളിൽ ഞാൻ സമാധാനം സംസാരിക്കുന്നു. ഞാൻ എൻ്റെ പണത്തെ ഒഴിവാക്കുന്നില്ല. ഞാൻ അതിനെ സ്വീകരിക്കുന്നു. ഞാൻ എൻ്റെ പണത്തെ അവഗണിക്കുന്നില്ല. ഞാൻ അതിനെ സംഘടിപ്പിക്കുന്നു. ഞാൻ എൻ്റെ പണത്തെ ഭയപ്പെടുന്നില്ല. ഞാനത് മനസ്സിലാക്കുന്നു. ഞാനത് സന്തോഷത്തോടെ പരിപാലിക്കുന്നു. ഞാൻ ജ്ഞാനത്തോടെ ആസൂത്രണം ചെയ്യുന്നു. ഞാൻ എളുപ്പത്തിൽ നൽകുന്നു. ഞാൻ കൃപയോടെ സ്വീകരിക്കുന്നു. പണം എന്നെ സേവിക്കാൻ വരുന്നു. അതെന്നെ നന്നായി സേവിക്കുന്നു. അത് എൻ്റെ ഉദ്ദേശത്തെ സേവിക്കുന്നു. അത് എൻ്റെ വിളിയെ സേവിക്കുന്നു. അത് എൻ്റെ വികാസത്തെ സേവിക്കുന്നു. അത് എൻ്റെ വിശ്രമത്തെ സേവിക്കുന്നു. ഞാനതിനെ ഒരു അനുഗ്രഹമാകാൻ അനുവദിക്കുന്നു. ഞാനതിനെ പ്രകാശമാകാൻ അനുവദിക്കുന്നു. ഞാനതിനെ സന്തോഷകരമാകാൻ അനുവദിക്കുന്നു. ഞാനതിനെ എളുപ്പമുള്ളതാക്കാൻ അനുവദിക്കുന്നു. ഞാൻ ഉയർന്ന ഒന്നിനെ സേവിക്കുമ്പോൾ അത് എന്നെ സേവിക്കാൻ ഞാൻ അനുവദിക്കുന്നു. ഞാൻ പണത്തെ സേവിക്കുന്നില്ല. ഞാനത് എന്നെ സേവിക്കാൻ അനുവദിക്കുന്നു. ഞാൻ പണത്തെ പിന്തുടരുന്നില്ല. ഞാനത് എന്നെ പിന്തുടരാൻ അനുവദിക്കുന്നു. ഞാൻ പണത്തിന് കീഴടങ്ങുന്നില്ല. ഞാൻ സത്യത്തിൽ ഉയർന്ന് ശക്തിയോടെ സംസാരിക്കുന്നു. ഞാൻ സ്നേഹത്തോടെ നയിക്കുന്നു. പണം പിന്തുടരുന്നു. നന്ദിയുടെ ശക്തി. ഞാനിപ്പോൾ സൗമ്യമായി സംസാരിക്കുന്നു. ഞാനിപ്പോൾ ധൈര്യത്തോടെ സംസാരിക്കുന്നു. തുടക്കം മുതലേ എനിക്ക് നൽകപ്പെട്ട ശക്തിയോടെ ഞാനിപ്പോൾ സംസാരിക്കുന്നു. ഞാൻ നന്ദി പറയുന്നു. വർധനവിന് ഞാൻ നന്ദി പറയുന്നു. ഒഴുക്കിന് ഞാൻ നന്ദി പറയുന്നു. കവിഞ്ഞൊഴുകലിന് ഞാൻ നന്ദി പറയുന്നു. കൃതജ്ഞതയാണ് എൻ്റെ കാന്തം. കൃതജ്ഞതയാണ് എൻ്റെ ചാനൽ. കൃതജ്ഞതയാണ് കൂടുതൽ ലഭിക്കുന്നതിനുള്ള എൻ്റെ കവാടം. അത് പ്രത്യക്ഷപ്പെടുന്നതുവരെ ഞാൻ നന്ദി പറയാൻ കാത്തു നിൽക്കുന്നില്ല. ഞാനിപ്പോൾ നന്ദി പറയുന്നു. ഞാൻ വിശ്വാസത്തിൽ നന്ദി പറയുന്നു. ഞാൻ മുൻകൂറായി നന്ദി പറയുന്നു. ഞാൻ ശാന്തതയോടെ നന്ദി പറയുന്നു. ഞാൻ ഉറപ്പോടെ നന്ദി പറയുന്നു. കാരണം അദൃശ്യമായ തലത്തിൽ അത് ഇതിനകം എൻ്റേതാണെന്ന് എനിക്കറിയാം. പദാർത്ഥത്തിൽ അത് ഇതിനകം ഇവിടെയുണ്ടെന്ന് എനിക്കറിയാം. ആത്മാവിൽ അത് ഇതിനകം രൂപപ്പെട്ടുവെന്ന് എനിക്കറിയാം. ആത്മാവിൽ രൂപപ്പെട്ടത് തികഞ്ഞ വഴികളിൽ പ്രകടമാകും. ഞാനിപ്പോൾ കൃതജ്ഞതയുടെ പ്രകമ്പനത്തിൽ ജീവിക്കുന്നു. ഞാനിപ്പോൾ ഉത്തരം ലഭിച്ച പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ നടക്കുന്നു. ഇതിനകം എൻ്റേതായതിനായി ഞാൻ യാചിക്കേണ്ടതില്ല. ഇതിനകം വാഗ്ദാനം ചെയ്യപ്പെട്ടതിനോട് ഞാൻ അപേക്ഷിക്കുന്നില്ല. ഞാൻ ലളിതമായി നന്ദി പറയുന്നു. ഞാൻ ഉറവിടത്തിന് നന്ദി പറയുന്നു. ഞാൻ നിയമത്തിന് നന്ദി പറയുന്നു. ഞാൻ സമയക്രമത്തിന് നന്ദി പറയുന്നു. ഓരോ വിശദാംശവും ക്രമീകരിക്കുന്ന അദൃശ്യ ശക്തികൾക്ക് ഞാൻ നന്ദി പറയുന്നു. വരുന്ന ആശയങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. നീങ്ങുന്ന പണത്തിന് ഞാൻ നന്ദി പറയുന്നു. തീരുമാനിക്കുന്ന ഇടപാടുകാർക്ക് ഞാൻ നന്ദി പറയുന്നു. തുറക്കുന്ന പാതകൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഇതിനകം തയ്യാറാക്കിയ ഉത്തരങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഹൃദയം തുറന്നിരിക്കുന്നു. എൻ്റെ മനസ്സ് ശാന്തമാണ്. എൻ്റെ ആത്മാവ് സ്ഥിരമാണ്. ഞാൻ നന്ദിയിൽ വസിക്കുന്നു.
എനിക്കിനി ഒന്നും തെളിയിക്കേണ്ടതില്ല. എനിക്കിനി ഒന്നും ശരിയാക്കേണ്ടതില്ല. എനിക്കിനി ഒന്നിനെതിരെയും തള്ളേണ്ടതില്ല. ഞാൻ ശ്വാസമെടുക്കുന്നു. ഞാൻ അനുഗ്രഹിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കൈകളിലേക്ക് വന്ന ഓരോ ഡോളറിനും ഞാൻ നന്ദി പറയുന്നു. അവയിൽ നിന്ന് ഒഴുകിപ്പോയ ഓരോ ഡോളറിനും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് നൽകിയ ഓരോ കൈക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ നൽകിയ ഓരോ കൈക്കും ഞാൻ നന്ദി പറയുന്നു. ദൈവികമായ ചക്രത്തിനും അനന്തമായ ചലനത്തിനും നന്മയുടെ തികഞ്ഞ സംക്രമണത്തിനും ഞാൻ നന്ദി പറയുന്നു. പണം അകത്തേക്കൊഴുകുന്നു. പണം പുറത്തേക്കൊഴുകുന്നു. പണം തിരികെ ഒഴുകുന്നു. എപ്പോഴും ദൈവികമായ താളത്തിൽ, എപ്പോഴും ദൈവികമായ ക്രമത്തിൽ. ഞാനിപ്പോൾ ആ താളത്തിൽ ജീവിക്കുന്നു. ഞാനിപ്പോൾ ആ ക്രമത്തിൽ വിശ്രമിക്കുന്നു. ഞാനിനി നൽകുന്നതിന് ഭയപ്പെടുന്നില്ല. ഞാനിനി കാത്തിരിക്കുന്നതിന് ഭയപ്പെടുന്നില്ല. ഞാനിനി അജ്ഞാതമായതിനെ ഭയപ്പെടുന്നില്ല. പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും ഞാൻ നന്ദി പറയുന്നു. ഞാൻ നടുവിലും നന്ദി പറയുന്നു. ഞാനിടയിലും നന്ദി പറയുന്നു. ഞാനത് കാണുമ്പോഴും നന്ദി പറയുന്നു. കാണാത്തപ്പോഴും നന്ദി പറയുന്നു. കാരണം കൃതജ്ഞത ഒരു പ്രതികരണമല്ല. അതൊരു തീരുമാനമാണ്. അതൊരു നിലപാടാണ്. അതൊരു നിയമമാണ്. ഞാനിപ്പോൾ ആ നിയമത്തിന് കീഴിൽ നിൽക്കുന്നു. ഞാനിപ്പോൾ ആ നിയമത്താൽ ജീവിക്കുന്നു. ഞാനിപ്പോൾ ആ നിയമത്തിൽ ഉയരുന്നു. ഇനിയും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. നിശബ്ദമായി തുറക്കുന്ന വാതിലുകൾക്ക് ഞാൻ നന്ദി പറയുന്നു. സമാധാനപരമായ തികഞ്ഞ വഴികളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കവിഞ്ഞൊഴുകലിന് ഞാൻ നന്ദി പറയുന്നു. എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാക്കേണ്ടതില്ല. എനിക്ക് നന്ദി എന്ന് പറഞ്ഞാൽ മതി. പാത പ്രവചിക്കേണ്ടതില്ല. ഉറവിടത്തെ പ്രശംസിച്ചാൽ മതി. ഫലം നിയന്ത്രിക്കേണ്ടതില്ല. സത്യം ആഘോഷിച്ചാൽ മതി. സത്യമിതാണ്, ഞാൻ പരിപാലിക്കപ്പെടുന്നു. സത്യമിതാണ്, എനിക്ക് നൽകപ്പെടുന്നു. സത്യമിതാണ്, എന്നേക്കാൾ വലിയൊരു ശക്തി എന്നെ പിന്തുണയ്ക്കുന്നു. ഞാൻ ആ സത്യത്തിൽ ചായുന്നു. ഞാൻ ആ സത്യത്തിൽ വിശ്രമിക്കുന്നു. ഞാൻ ആ സത്യത്തിൽ നന്ദി പറയുന്നു. ഞാൻ പരാതികൾ ഉപേക്ഷിക്കുന്നു. ഞാൻ ഭയം ഉപേക്ഷിക്കുന്നു. ആവശ്യത്തിനില്ലെന്ന് പറയുന്ന കോലാഹലം ഞാൻ ഉപേക്ഷിക്കുന്നു. അത് വരില്ലെന്ന് പറയുന്ന ആശങ്ക ഞാൻ ഉപേക്ഷിക്കുന്നു. ധൃതി പിടിക്കാൻ പറയുന്ന സമ്മർദ്ദം ഞാൻ ഉപേക്ഷിക്കുന്നു. ഞാൻ നന്ദിയിൽ വിശ്രമിക്കുന്നു. ഞാൻ നന്ദിയിൽ ഉയരുന്നു. ഞാൻ നന്ദിയിൽ വികസിക്കുന്നു. ഞാൻ സമാധാനത്തിൽ ശ്വാസമെടുക്കുന്നു. ഞാൻ സ്തുതിയിൽ ശ്വാസം വിടുന്നു. ഞാൻ നിശ്ചലതയിൽ ശ്വാസമെടുക്കുന്നു. ഞാൻ സന്തോഷത്തിൽ ശ്വാസം വിടുന്നു. ഞാൻ കൃപയിൽ ശ്വാസമെടുക്കുന്നു. ഞാൻ നന്ദിയിൽ ശ്വാസം വിടുന്നു. കവിഞ്ഞൊഴുകൽ ഇതിനകം ഇവിടെയുണ്ട്. അനുഗ്രഹം ഇതിനകം വഴിയിലാണ്. ലഭ്യത ഇതിനകം പുറത്തിറങ്ങി. ഞാനത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്വീകരിക്കുന്നു. ഞാനത് നന്ദിയുള്ള മനസ്സോടെ സ്വീകരിക്കുന്നു. ഞാനത് തുറന്ന കൈകളോടും ഉയർന്ന കണ്ണുകളോടും കൂടി സ്വീകരിക്കുന്നു. ഞാൻ വർധനവിനെ അനുഗ്രഹിക്കുന്നു. ഞാൻ ഗുണനത്തെ അനുഗ്രഹിക്കുന്നു. ഞാൻ തിരിച്ചുവരവിനെ അനുഗ്രഹിക്കുന്നു. ഞാൻ നിശബ്ദമായ അത്ഭുതങ്ങളെയും ഉച്ചത്തിലുള്ള മുന്നേറ്റങ്ങളെയും അനുഗ്രഹിക്കുന്നു. ഞാൻ ചെറിയ കരുതലിനെയും വലിയ സമ്മാനങ്ങളെയും അനുഗ്രഹിക്കുന്നു. ഞാൻ ചെറിയ തുടക്കങ്ങളെയും വലിയ വികസനങ്ങളെയും അനുഗ്രഹിക്കുന്നു. ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. ഞാൻ നന്ദി പറയുന്നു. രാവിലെ ഞാൻ നന്ദി പറയുന്നു. വൈകുന്നേരം ഞാൻ നന്ദി പറയുന്നു. കാത്തിരിപ്പിൽ ഞാൻ നന്ദി പറയുന്നു. ഉയർച്ചയിൽ ഞാൻ നന്ദി പറയുന്നു. നിശ്ചലതയിൽ ഞാൻ നന്ദി പറയുന്നു. കവിഞ്ഞൊഴുകലിൽ ഞാൻ നന്ദി പറയുന്നു. ഞാൻ സംസാരിക്കുന്ന ഓരോ നന്ദിയുടെ വാക്കിനാലും എൻ്റെ ലോകം മാറുന്നു. എൻ്റെ അന്തരീക്ഷം ഉയരുന്നു. എൻ്റെ സമൃദ്ധി വർദ്ധിക്കുന്നു. ഞാൻ കൂടുതൽ വ്യക്തമായ ഒരു ചാനലായി മാറുന്നു. ഞാൻ കൂടുതൽ ശക്തമായ ഒരു കാന്തമായി മാറുന്നു. ഞാൻ വിശ്വസ്തനായ ഒരു സ്വീകർത്താവായി മാറുന്നു. ഞാൻ സമ്പത്ത് ആഗ്രഹിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് സമൃദ്ധി ആവശ്യമുള്ളത് മാത്രമല്ല, ഞാൻ അതിന് നന്ദി പറയുന്നു. ഞാൻ ലഭ്യതയ്ക്കായി പ്രത്യാശിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിൻ്റെ വരവിൻ്റെ പ്രകമ്പനത്തിൽ ഞാൻ ജീവിക്കുന്നു. അതിനാൽ ഞാൻ നന്ദി പറയുന്നു. ഞാൻ നന്ദി പറയുന്നു. ഞാൻ നന്ദി പറയുന്നു. ഞാൻ സംസാരിച്ച എല്ലാറ്റിൻ്റെയും കേന്ദ്രത്തിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നു. സമാധാനത്താൽ പൊതിഞ്ഞ്, വിശ്വാസത്താൽ നിറഞ്ഞ്, കൃപയാൽ വലയം ചെയ്യപ്പെട്ട് ഞാൻ വാക്ക് സംസാരിച്ചു. ആ വാക്ക് നിയമമാണ്. ഞാൻ സത്യം പ്രഖ്യാപിച്ചു. സത്യം എനിക്ക് വേണ്ടി നീങ്ങുന്നു. ഞാൻ ഭയം ഉപേക്ഷിച്ചു. ഞാൻ വിശ്വാസം സ്വീകരിച്ചു. തയ്യാറാണെന്ന് തോന്നാൻ ഞാൻ കാത്തു നിൽക്കുന്നില്ല. ഞാൻ ഇതിനകം തയ്യാറാണ്. യോഗ്യനാകാൻ ഞാൻ കാത്തു നിൽക്കുന്നില്ല. ഞാൻ യോഗ്യനായാണ് ജനിച്ചത്. തിരഞ്ഞെടുക്കപ്പെടാൻ ഞാൻ കാത്തു നിൽക്കുന്നില്ല. ഞാൻ ഇതിനകം തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഞാൻ യോജിപ്പിലാണ്. ഞാൻ നയിക്കപ്പെടുന്നു. ഞാൻ പിന്തുണയ്ക്കപ്പെടുന്നു. എനിക്ക് നൽകപ്പെടുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഇതിനകം വികസിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കാവശ്യമുള്ളതെല്ലാം ഇതിനകം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സ്വപ്നം കാണുന്നതെല്ലാം ഇതിനകം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാനത് അനുവദിക്കുന്നു. ഞാനത് സ്വീകരിക്കുന്നു. ഞാനത് സ്വാഗതം ചെയ്യുന്നു. ഞാനത് ദൈവികമായ കൃപയാൽ പൂർണ്ണമായ രീതിയിൽ സ്വീകരിക്കുന്നു. എൻ്റെ കാന്തിക ശക്തി എൻ്റെ പ്രയത്നത്തിലല്ല, അത് എൻ്റെ ഊർജത്തിലാണ്. അത് എൻ്റെ വാക്കുകളിലാണ്. അത് എൻ്റെ ആന്തരികമായ അറിവിലാണ്.
ദൈവികമായ സമ്പത്തിനെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഞാനെന്ന് ഞാനിപ്പോൾ ഉറപ്പിച്ചു പറയുന്നു. സമ്പത്ത് പല രൂപങ്ങളിൽ വരുന്നു. ഞാൻ അതെല്ലാം സ്വീകരിക്കുന്നു. ഞാൻ പണത്തിൻ്റെ രൂപത്തിലുള്ള സമ്പത്ത് സ്വീകരിക്കുന്നു. ഞാൻ ആശയങ്ങളുടെ രൂപത്തിലുള്ള സമ്പത്ത് സ്വീകരിക്കുന്നു. ഞാൻ ജ്ഞാനത്തിൻ്റെ രൂപത്തിലുള്ള സമ്പത്ത് സ്വീകരിക്കുന്നു. ഞാൻ അവസരങ്ങളുടെ രൂപത്തിലുള്ള സമ്പത്ത് സ്വീകരിക്കുന്നു. ഞാൻ ദൈവികമായ സമയക്രമത്തിലുള്ള സമ്പത്ത് സ്വീകരിക്കുന്നു. ഞാനിനി ഒഴുക്കിൽ നിന്ന് പിന്തിരിയുന്നില്ല. നന്മ എങ്ങനെ വരാമെന്ന് ഞാനിനി പരിമിതപ്പെടുത്തുന്നില്ല. വഴികൾ നിയന്ത്രിക്കാൻ ഞാനിനി ശ്രമിക്കുന്നില്ല. ഞാൻ ശാന്തനായി നിലകൊള്ളുകയും അനുവദിക്കുകയും ചെയ്യുന്നു. ഞാൻ സമൃദ്ധിയുടെ കവാടങ്ങൾ തുറക്കാൻ അനുവദിക്കുന്നു. ഞാൻ അപ്രതീക്ഷിതമായത് പ്രത്യക്ഷപ്പെടാൻ അനുവദിക്കുന്നു. അനുഗ്രഹങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്താൻ ഞാൻ അനുവദിക്കുന്നു.